എല്ലാ വിദ്യാർത്ഥികൾക്കും എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാട്ടർ റിസോഴ്സുകളെ കുറിച്ചാണ്. അതായത് വെള്ളത്തിൻ്റെ ലഭ്യത, അവൈലബിൾ സോഴ്സസ് ഓഫ് വാട്ടർ, അതേപോലെ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ, ഓവർ യൂട്ടിലൈസേഷൻ ഓർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ, അതേപോലെ ദ ബെനിഫിറ്റ്സ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡാംസ്, പിന്നെ വാട്ടർ കോൺഫ്ലിക്റ്റ്, അതായത് വെള്ളത്തിൻ്റെ പേരിലുള്ള ആൾക്കാർ തമ്മിലോ അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലോ ഉള്ള കോൺഫ്ലിക്റ്റുകൾ. അപ്പം ഇങ്ങനെ വെള്ളവുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനകത്ത് നമുക്കറിയാം, ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഈസ് എ പ്രീ റിക്വിസിറ്റ് ഫോർ ഹ്യൂമൻ എക്സിസ്റ്റൻസ് ഓർ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓഫ് എനി ഫോം. ഹ്യൂമൻ എക്സിസ്റ്റൻസ് എന്നല്ല, ഇപ്പോൾ ചെടികൾക്കാണെങ്കിൽ ഈവൻ മൈക്രോ ഓർഗാനിസംസ് ആണെങ്കിൽ പോലും വെള്ളം വളരെ അത്യന്താപേക്ഷിതമായ ഘടകമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മൾ വേറൊരു ഉപഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിലോ അല്ലെങ്കിൽ ഒരു ഒരു അതർ സോളാർ ബോഡി അല്ലെങ്കിൽ ഒരു മറ്റൊരു സോളാർ സിസ്റ്റത്തിലാട്ടെ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിലെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ലൈഫിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആദ്യം നോക്കുന്ന കാര്യം അവിടെ വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ പല ചൊവ്വ പര്യവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ചൊവ്വയിൽ ജീവൻ ഉണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ നോക്കുന്നത് അവിടുത്തെ മണ്ണിൽ അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെൻറ്റിൽ വെള്ളത്തിൻ്റെ ഇപ്പോഴും അവൈലബിലിറ്റി ഉണ്ടോ, അതോ മുമ്പ് അവൈലബിൾ ആയിരുന്നോ, ഈ മേലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേറൊരു അർത്ഥം പറഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിൽ ജീവൻ ഉണ്ടാകാം. അപ്പം തിരിച്ചു പറഞ്ഞാൽ വെള്ളമില്ലെങ്കിൽ ജീവൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ നിഗമനം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്രത്തോളം വെള്ളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഒരു മനുഷ്യന് ആഹാരമില്ലാതെ 30 ദിവസമോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ വെള്ളമില്ലാതെ 5 ദിവസത്തിനകത്ത് നമ്മൾ ആൾ മരിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പം അത്രത്തോളം വെള്ളം നമുക്ക് വളരെ പ്രധാനമാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ വാട്ടർ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളതിന് പ്രത്യേക ശ്രദ്ധ കൊടുത്ത് ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് ശരീരത്തിൽ നമ്മുടെ ശരീരത്തിന് 65% വെള്ളമാണെന്നാണ് പറയുന്നത്. അതിനകത്ത് 1% ഷോർട്ടേജ് ഉണ്ടായാൽ, അത് 64% ആയാൽ നിങ്ങൾക്ക് ദാഹം ഫീൽ ചെയ്യും. അത് എങ്ങനെയും രീതിയിൽ 10% ഡ്രോപ്പ് വരികയാണെങ്കിൽ യു വിൽ ഡൈ. അപ്പം ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി. ഇനി അതിനകത്ത് ഇതിപ്പോൾ പറഞ്ഞാണ്, for many factors as economic growth of a nation, environmental stability, biodiversity conservation, food security, healthcare, എല്ലാത്തിനും all these aspects of life, water is a necessary and vital component. അതായത് ഇപ്പോൾ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൽ ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവില്ല. അതേപോലെ എൻവയോൺമെൻറ്റൽ സ്റ്റെബിലിറ്റി, ഇപ്പോൾ എൻവയോൺമെൻറ്റൽ സോഷ്യൽ സ്റ്റെബിലിറ്റി, ഇപ്പോൾ വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ തമ്മിൽ ഈവൻ യുദ്ധം തന്നെ ഉണ്ടായിട്ടുണ്ട്. യുദ്ധം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെക്കുറിച്ച് പിന്നെ ചർച്ച ചെയ്യും. അപ്പോൾ എല്ലാ ആസ്പെക്റ്റുകൾക്കും വെള്ളം വളരെ അത്യന്താപേക്ഷിതമായ ഘടകമാണ്. അതേപോലെ തന്നെ വെള്ളത്തിന് എന്താണ് ഇതിൻ്റെ ഇത്ര പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് സ്വർണ്ണം ഇല്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഡയമണ്ട് മേടിക്കാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളി മേടിക്കാറുണ്ട്, അത്രയും കാശില്ലാത്ത ആൾക്കാർ. പക്ഷേ വെള്ളം ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളത്തിന് പേര് വേറൊരു സാധനം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. സോ വാട്ടർ ഈസ് ഹാവിങ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്. വെള്ളത്തിന് പകരം വേറൊരു സാധനമാണ്. നമുക്ക് മണ്ണെണ്ണ കുടിക്കാൻ പറ്റില്ല. വെള്ളത്തിന് വെള്ളം തന്നെ വേണം. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വാട്ടർ. പക്ഷേ ദ ഗുഡ് തിങ് ഈസ് വാട്ടർ ഈസ് റീയൂസബിൾ. നമുക്ക് ഇപ്പം വളരെ രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടർ മോളിക്യൂൾസ് സത്യം പറഞ്ഞാൽ മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് ഉണ്ടായിരുന്ന അതേ വാട്ടർ മോളിക്യൂൾസ് തന്നെയാണ്. ഒന്നോർത്തേക്കിൽ അത് ഡൈനോസറുകൾ ഉണ്ടായിരുന്ന കാലത്തും ഈ വെള്ളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ അതിനു മുമ്പ്, ഡൈനോസറുകൾ ജനിക്കുന്നതിന് മുമ്പും ഈ വെള്ളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയാണ് കടലിൽ നിൽക്കുന്നത്. അതിനാണ് ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിൽ പോകുന്നത്. കുറേ കാലം കഴിയുമ്പോൾ പിന്നെയും താഴ്ത്തു വീഴുന്നു, പിന്നെ കുറേ മണ്ണിലേക്ക് ഇറങ്ങുന്നു, മണ്ണിലേക്ക് അരിച്ചിറങ്ങി പിന്നെ നദികളോ അരുവികളായിട്ട് വരുന്നു, പിന്നെയും കടലിലേക്ക് പോകുന്നു, ആവിയാവുന്നു. സോ ദ സൈക്കിൾ റിപ്പീറ്റ്സ്, ബട്ട് വാട്ടർ ഡസ് നോട്ട് ചേഞ്ച്. സോ ദ ഗുഡ് തിങ് ഈസ് വാട്ടർ ഈസ് റീയൂസബിൾ. പക്ഷേ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ പോലും വി ആർ നോട്ട് ഹാവിങ് സഫീഷ്യൻറ്റ് വാട്ടർ, ആൻഡ് ദാറ്റ് ഈസ് ഐറണി. സ്കേഴ്സിറ്റി എമിറ്റ്സ് പ്ലെൻറ്റി. ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ പോലും ജല ദൗർലഭ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ചെറിയ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് മൊത്തമുള്ള വെള്ളത്തിന് 100 പകുത്താൽ, അതായത് അതിനകത്ത് 96.5% കടലിലാണുള്ളത്. ബാക്കി അതിനകത്ത് അതർ സലൈൻ വാട്ടർ 0.9%. കടലിലുള്ള വെള്ളം സലൈൻ വാട്ടറാണ്, നമുക്കറിയാം. അത് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു മേക്ക് ഇറ്റ് യൂസബിൾ ഓർ മേക്ക് ഇറ്റ് ഡ്രിങ്കബിൾ. അപ്പം ബാക്കിയുള്ള റിമൈനിങ് പോർഷനെ നമ്മൾ കണക്കാക്കിയാൽ, നമ്മൾ ലെഫ്റ്റിൽ കാണുന്ന ആ ബാർ ഗ്രാഫിൻ്റെ ബ്ലൂ പോർഷൻ ആണ് നമ്മൾ റൈറ്റ് സൈഡിൽ ഒന്ന് എൻലാർജ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫ്രഷ് വാട്ടർ. ആ മൊത്തം ഫ്രഷ് വാട്ടറിൻ്റെ 68.7%.
ചിന്തിക്കണം, മൊത്തം വെള്ളത്തിൻ്റെ 96.5% അതായത് 97% സലൈൻ വാട്ടറാണ്. മിച്ചമുള്ള 2.5% 69% ഗ്ലേഷ്യറിലും ഐസ് ക്യാപ്പുകളിലായിട്ട് ഫ്രോസൺ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ബാക്കിയുള്ളതിൻ്റെ 30.1% ഗ്രൗണ്ട് വാട്ടറാണ്, വെള്ളത്തിന് മണ്ണിനടിയിലുള്ളത്. ദാറ്റ് ഈസ് ആക്സസിബിൾ. നമ്മളിപ്പോൾ ബോർവെല്ലായിട്ട് ആയിക്കോട്ടെ, ഡഗ് വെല്ലായിക്കോട്ടെ, കുഴിച്ച കിണറോ അല്ലെങ്കിൽ കുഴൽ കിണറോ ആയിക്കോട്ടെ, നമ്മൾ അതുവഴി ആ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നോട്ട് ടു ദ ഫുള്ളസ്റ്റ്. നമുക്കത് മുഴുവൻ നമുക്ക് അവൈലബിൾ ആവണമെന്നില്ല. ഇനി റിമെയിൻ ചെയ്യുന്ന വെള്ളത്തിൻ്റെ, അതായത് ദാറ്റ് ഈസ് ദ 1.2% ആണ് നമുക്ക് സർഫസും ഫ്രഷ് വാട്ടറായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ലേക്ക്, റിവർ, അതേപോലെ പോൺസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് അവൈലബിൾ വാട്ടറായിട്ട് നിൽക്കുന്നത് ഈ മൊത്തമുള്ളതിൻ്റെ 1.2% ആണ്. അതായത് മൊത്തമുള്ള 2.5% ഫ്രഷ് വാട്ടറിൻ്റെ 1.2% മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ആ 1.2%നെ തന്നെ നമുക്ക് ഗ്രൗണ്ട് ഐസ് ആൻഡ് പെർമാഫ്രോസ്റ്റ്, അതിൻ്റെ തന്നെ 69% പെർമാഫ്രോസ്റ്റ് കണ്ടീഷനാണ്. അപ്പം അത് നമുക്ക് സോൾഡ് ആയിട്ടിരിക്കുന്ന നമുക്ക് അവൈലബിൾ ആവണമെന്നില്ല. ബാക്കി ലേക്സിൽ 20.9%, പിന്നെ സ്വാമ്പ്, സോയിൽ മോയ്സ്ചറായിട്ട്, റിവേഴ്സായിട്ട്, ലിവിങ് തിങ്സിനകത്ത് 0.26%, അറ്റ്മോസ്ഫിയറിൽ 3%. അതായത് ലിവിങ് തിങ്സിൽ 0.26% നമ്മളുടെ ബോഡിയിലുള്ള വാട്ടർ കണ്ടന്റ് എല്ലാം ഈ 0.26%ലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലോബൽ അവൈലബിലിറ്റി ഓഫ് വാട്ടർ. അപ്പം മൊത്തമുള്ള വെള്ളത്തിൻ്റെ ഫ്രഷ് വാട്ടറിൻ്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പോർഷൻ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മീൻസ് നോട്ട് ഓൺലി ഫോർ ദ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഓൾസോ ഫോർ എനി അതർ ലിവിങ് ഓർഗാനിസം. എല്ലാവർക്കും വെള്ളം വേണം. അപ്പം എല്ലാ ആൾക്കാരും, മനുഷ്യനും ഈ ജീവനുള്ള ചെടികളും ജീവനുള്ള മറ്റ് ജന്തുജാലങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഈ ചെറിയ ഫ്രാക്ഷനാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ വി ഷുഡ് ടേക്ക് അറ്റ്മോസ്റ്റ് കെയർ നോട്ട് ടു പൊല്യൂട്ട് ദ അവൈലബിൾ വാട്ടർ. ഇനി നമ്മൾ വെള്ളത്തിൻ്റെ ഫ്രഷ് വാട്ടറിൻ്റെ സോഴ്സസ് നമുക്ക് നോക്കിയാൽ 4,30,000 ക്യൂബിക് കിലോമീറ്റർ ഓഫ് വാട്ടർ ഓരോ വർഷം ഇവാപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കടലാണ് നമ്മൾ മൊത്തമുള്ള എർത്ത് സർഫസിൻ്റെ മോർ ദാൻ 70% ഇറ്റ് ഇസ് ഓഷൻ ആൻഡ് സീ. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ഏരിയയിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പകലുണ്ട്, ഇവിടെ രാത്രിയാകുമ്പോൾ അപ്പുറത്ത് സൂര്യൻ ഉദിച്ച് നിൽപ്പുണ്ട്, ആ ഭാഗത്തുള്ള കടലിൽ നിന്ന് വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് റൗണ്ട് ഇയർ. 4,30,000 ക്യൂബിക് കിലോമീറ്റർ ഓഫ് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് മാറുന്നുണ്ട്. അതിനകത്ത് 3,90,000 ക്യൂബിക് കിലോമീറ്റർ വെള്ളം എവിടെ തന്നെ തിരിച്ചു വീഴും? കടലിൽ തന്നെ തിരിച്ച് മഴയായിട്ട് പെയ്യും. ബാക്കിയുള്ള റിമൈനിങ് പോർഷൻ ലാൻഡിൽ ആകണമല്ലോ വീഴുന്നത്. ആ റിമെയിൻ ചെയ്യുന്ന 40,000 ക്യൂബിക് കിലോമീറ്റർ എന്ന് വെച്ചാൽ മനസ്സിലാക്കണം, 1 കിലോമീറ്റർ നീളം, 1 കിലോമീറ്റർ വീതി, 1 കിലോമീറ്റർ പൊക്കമുള്ള ഒരു ക്യൂബിൻ്റെ വോളിയമാണ് 1 ക്യൂബിക് കിലോമീറ്റർ. അങ്ങനെ 40,000 ക്യൂബിക് കിലോമീറ്റർ വെള്ളം നമുക്ക് കരയിൽ വീഴുന്നുണ്ട് മഴയായിട്ട് അറൗണ്ട് ദ ഗ്ലോബ്. അത്രയും വെള്ളം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു 5,480 ക്യൂബിക് മീറ്റർ പെർ പേഴ്സൺ പെർ ഇയർ. ഒരു വർഷം നിങ്ങൾക്ക് മാത്രമായി, ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും മാത്രമായിട്ട് 5,480 ക്യൂബിക് മീറ്റർ വെള്ളം ഒരു വർഷം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് സത്യത്തിൽ നമുക്ക് മോർ ദാൻ ഇനഫാണ്. ഇറ്റ് മീൻസ് പെർ ക്യാപിറ്റൽ ഡിമാൻഡ് ഇസ് ജസ്റ്റ് 1,700 ക്യൂബിക് മീറ്റർ ആനുവലി. ഒരാൾക്ക് സത്യത്തിൽ അയാളുടെ നോർമൽ റുട്ടീൻ നടന്നു പോകാനായിട്ട് 1,700 ക്യൂബിക് മീറ്റർ വെള്ളം മതി. ബട്ട് വേറാസ് വാട്ട് യു ആർ ആക്ച്വലി ഗെറ്റിംഗ് ഈസ് 5,480 ക്യൂബിക് മീറ്റർ. സ്റ്റിൽ ദർ ഈസ് സ്കാർസിറ്റി. എന്നിട്ട് പോലും നമുക്ക് തികയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ കാരണമാണ് സത്യത്തിൽ ഇന്നത്തെ ഈ പ്രസൻറ്റേഷൻ നമുക്ക് പ്രധാനമായിട്ട് മാറുന്നത്. അപ്പോൾ നമുക്ക് യൂസസ് ഓഫ് വാട്ടർ ഏതൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് തന്നെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. അഗ്രികൾച്ചറൽ നീഡുണ്ട്, ഇൻഡസ്ട്രിയൽ, ഡൊമസ്റ്റിക് ആൻഡ് റിക്രിയേഷണൽ. ഇപ്പോൾ റിക്രിയേഷണൽ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ബട്ട് ദാറ്റ് ഈസ് ഓൾസോ എ യൂസ്, നോട്ട് മച്ച് കൺസ്യൂമിങ് ഇൻ സോർട്ട് ഓഫ് പെർസെൻറ്റേജ്, പക്ഷേ ഇറ്റ് ഈസ് ദെയർ. ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. മൊത്തത്തിലൊരു സ്പ്ലിറ്റപ്പ് നോക്കിയാൽ അഗ്രികൾച്ചറൽ യൂസേജ് മൊത്തമുള്ള അവൈലബിൾ ഫ്രഷ് വാട്ടറിൻ്റെ, അങ്ങനെ കൂടെ പറയണം, സലൈൻ വാട്ടർ ഇതിനകത്ത് കൂട്ടുന്നില്ല. വാട്ട് ഈസ് അവൈലബിൾ ആസ് ഫ്രഷ് വാട്ടർ, അതിൻ്റെ 70% നമ്മൾ അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഗ്ലോബൽ പെർസെൻറ്റേജ് ആണ്, ഇന്ത്യ മാത്രമല്ല പറയുന്നത്, ലോകത്താകമാനം മൊത്തമുള്ള വെള്ളത്തിൻ്റെ 70% അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്നു, 22% ഇൻഡസ്ട്രിക്ക്, 8% ഡൊമസ്റ്റിക് യൂസേജിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സെക്ടർ കൂടുതൽ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സിൻസ് ദ അവൈലബിൾ വാട്ടർ ഇസ് ഓഫ് ഫൈനൈറ്റ് ക്വാണ്ടിറ്റി,
മറ്റേ സെക്ടർ ഷുഡ് സഫർ. അത് നമ്മൾ ഇൻഡസ്ട്രി കൂടുതൽ വെള്ളം അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി ഷോർട്ടേജ് ഓഫ് വാട്ടർ ഫോർ ദ അഗ്രികൾച്ചർ ആൻഡ് ദ ഡൊമസ്റ്റിക് യൂസേജസ്. അത് നമുക്ക് അഗ്രികൾച്ചർ യൂസ് നോക്കിയാൽ 69 മുതൽ 70% വരെ വാട്ടർ കൺസംഷൻ അഗ്രികൾച്ചറിന് പോകുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ദ ലാർജസ്റ്റ് കൺസ്യൂമർ ഓഫ് വാട്ടർ ഇൻ ദ ഗ്ലോബൽ സിനാരിയോ. അതേപോലെ ആ അഗ്രികൾച്ചർ യൂസേജ് 2050 ഇനിയും 19% ഉയരും എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇനി ഇൻഡസ്ട്രിയൽ യൂസേജ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ റോ മെറ്റീരിയൽ, കൂളൻറ്റ്, എ സോൾവെൻറ്റ്, എ ട്രാൻസ്പോർട്ട് ഏജൻറ്റ് ആൻഡ് എസ് എ സോഴ്സ് ഓഫ് എനർജി. ഈ രീതിയിലെല്ലാം നമ്മൾ ഇൻഡസ്ട്രിയൽ യൂസേജ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈവൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിനകത്ത് നമ്മൾ ഈ വെള്ളത്തെ കണക്കാക്കിയാൽ ദാറ്റ് ഈസ് എൻ ഇൻഡസ്ട്രിയൽ യൂസ്. ഓക്കെ. അതേപോലെ ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു വാട്ടർ കട്ടിങ് മെക്കാനിസമാണ്. അതായത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ പറ്റുമെന്ന് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വെള്ളം ഉപയോഗിച്ച് മെറ്റൽ കട്ട് ചെയ്യാറുണ്ട്. അത് എൻ്റെ ഒരു ബന്ധു ദുബായിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ആളുണ്ടായിരുന്നു. ആള് ഇത് നേരിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് വെള്ളം ഉപയോഗിച്ച് ഈ മെറ്റൽ ഉൾപ്പെടെയുള്ള എനി ഹാർഡ് സർഫസ് കട്ട് ചെയ്യുമ്പോൾ വളരെ ഹൈ പ്രിസിഷനാണത്. അതിനകത്ത് ചിലതിൽ അവർ വെള്ളത്തിനോടൊപ്പം വളരെ ചെറിയ തരി പോലത്തെ ചില സാധനങ്ങൾ കയറ്റും. സോ ദാറ്റ് ഹൈ പ്രഷറിൽ ഇത് പമ്പ് ചെയ്യുന്ന സമയത്ത് ഈ വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് മെറ്റൽ കട്ട് ചെയ്യും. ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. താല്പര്യമുള്ള ആൾക്കാർക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാം. സോ ദാറ്റ് ഈസ്, ഇപ്പോൾ ഞാൻ എന്തിനാണ് ഈ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അറിയാത്ത ഒരു യൂസാണ് വാട്ടറിൻ്റെ. ഇൻഡസ്ട്രിയൽ യൂസ് എന്ന് പറയുന്ന സമയത്ത് ദർ ആർ ഇൻക്ലൂഡിങ് ദിസ് പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ദർ ആർ മെനി അതർ യൂസേജസ് ഓഫ് വാട്ടർ about which we are not aware of. അപ്പോൾ മൊത്തമുള്ളതിൻ്റെ 22% ഇൻഡസ്ട്രി ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഡൊമസ്റ്റിക് യൂസേജ് നമുക്കറിയാം. ദ കോമൺ യൂസേജസ് ഡ്രിങ്കിങ്, ക്ലീനിങ്, പേഴ്സണൽ ഹൈജീൻ, ഗാർഡൻ കെയർ, കുക്കിംഗ്, വാഷിംഗ്, അങ്ങനെയുള്ള ഡൊമസ്റ്റിക് യൂസുകൾക്ക് നമ്മൾ വെള്ളം ഉപയോഗിക്കാറുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതിനകത്ത് മൊത്തമുള്ള പെർസെൻറ്റേജ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇറ്റ് അക്കൗണ്ട്സ് ഫോർ ഓൾമോസ്റ്റ് 8% ഓഫ് ടോട്ടൽ ഗ്ലോബൽ വാട്ടർ യൂസേജ്. ഇനി ഇതിനകത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ നമ്മൾ നേരത്തെ ഒന്ന് ഇംപ്ലിസിറ്റായിട്ട് നമ്മൾ ഒന്ന് സൂചിപ്പിച്ചെങ്കിലും ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷന് വേണ്ടിയിട്ടുള്ള വാട്ടർ യൂസേജ് നീഡ്സ് മച്ച് ഇമ്പോർട്ടൻസ്. അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഈ യൂസേജിനെ നമ്മൾ കൺസംപ്റ്റീവ് യൂസ് എന്ന് പറയില്ല. കാരണം ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം കൺസ്യൂം ചെയ്ത് പോകുന്നില്ല, മലിനപ്പെട്ട് അല്ലെങ്കിൽ ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായി പോകുന്നില്ല. വേറെ പലപ്പോഴും ഇൻഡസ്ട്രിയൽ യൂസേജുകൾക്ക് പറയാൻ പാടില്ല, പക്ഷേ ഇപ്പം കാലടി, അങ്കമാലി ഭാഗത്ത് ഒത്തിരി റൈസ് മില്ലുകളുണ്ട്. ഒരുപക്ഷെ നമ്മൾ സാധാരണ കാണുന്ന എല്ലാ റൈസ് മില്ലുകളും ആ ഭാഗത്ത് തന്നെ, പവിഴം, നിറപറ ഉൾപ്പെടെയുള്ള പ്രമുഖമായിട്ടുള്ള റൈസ് മില്ലുകൾ പലതും അവിടെ ആണുള്ളത്. ഏകദേശം 65ഓളം റൈസ് മില്ലുകൾ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ആ റൈസ് മില്ലുകൾ പലതിലും അവർ വെള്ളം ഒരു റോ മെറ്റീരിയലായിട്ട് എടുത്തിട്ട് ആ റോ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അവരുടെ അരി പ്രോസസ്സ് ചെയ്ത് അവർ പാക്കേജ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ വെള്ളം പലപ്പോഴും വളരെയായിട്ട് മലിനപ്പെടും. മട്ടയരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം മലിനപ്പെടുന്ന വെള്ളം അവർ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം അവർ നിയർ ബൈ തോടുകളിലോട്ട് അവർ ഒഴുക്കി വിടാറുണ്ട്. എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ തോടുകളിലോട്ട് ഒഴുക്കി വിടുന്ന ലോക്കൽ പീപ്പിൾ ഒത്തിരി എതിർപ്പായിട്ട് വരാറുണ്ട്, പക്ഷേ ദേ ഡോണ്ട് കെയർ. അപ്പം ദാറ്റ് ഈസ് എ യൂസ് ഓർ സ്പെസിഫിക്കലി ഇൻഡസ്ട്രിയൽ യൂസ് ഓഫ് വാട്ടർ where you cannot use that water again unless it is treated or unless it is processed. അങ്ങനെ ഉള്ളൊരു യൂസ് അല്ല നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷൻ ഉപയോഗിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാമുകൾ അല്ലെങ്കിൽ റിസർവോയറിലെ വെള്ളം കെട്ടി നിർത്തിയിട്ട് ആ വെള്ളം ഉപയോഗിച്ച് ടർബൈനുകൾ കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം ഡൗൺ സ്ട്രീമിലോട്ട് അവർ വിടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ചിത്രത്തിൽ കാണുന്ന ഡാം, അത് ഈ ചിത്രം വളരെ പർപ്പസ്ഫുൾ ഇട്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റായി കാണുന്നത്, അല്ല ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇത് ചൈനയിലാണ്. ദിസ് ഇസ് കോൾഡ് ത്രീ ഗോർജസ് ഡാം. 22,400 മെഗാവാട്ട്, അത് 22.4 ജിഗാവാട്ട്സ് ആണ് ഇതിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി. അത് വളരെ വളരെ ഒരു മൈറ്റി കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ലോകത്തിൽ ഇന്നോളം ഉണ്ടാക്കിയിട്ടുള്ള ലാർജസ്റ്റ് കോൺക്രീറ്റ് കൺസ്ട്രക്ഷനാണ് ഈ ഡാം എന്ന് പറയുന്നത്. അത്
വേറെ ഒരു കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ, ഡാം എന്നുള്ളതല്ല, വേറെ ഒരു കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ഇത്രയും മാസീവായിട്ടല്ല. അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നെറ്റിൽ നോക്കാവുന്നതാണ്. ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ ഒരു ഡോക്യുമെൻ്ററി അവൈലബിൾ ആണ്, ഏകദേശം 45 മിനിറ്റോളം. അതൊന്ന് കണ്ടാൽ വളരെ രസമുള്ള സാധനമാണ്, അത് പോയി കാണാം. അതേപോലെ ഈ കാണുന്നത് ഇടുക്കി ഡാമാണ്. നിങ്ങൾക്കറിയാം, വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഇടുക്കി ഡാം. അപ്പോൾ അവർ പറയുന്നത് ലോകത്തെ ഏറ്റവും കൂടുതൽ ഹൈഡ്രോ പവർ ജനറേഷൻ നടക്കുന്ന 5 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. ചൈന, US, ബ്രസീൽ, കാനഡ, ഇന്ത്യ ആൻഡ് റഷ്യ. 5 അല്ല, 6 രാജ്യങ്ങൾ. 6 രാജ്യങ്ങളിൽ ഒരെണ്ണം ഇന്ത്യയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കാരണം വാട്ടറിൻ്റെ അവൈലബിലിറ്റി, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷന് എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് നീഡ്സ് സർട്ടൻ ലാൻഡ്സ്കേപ്പ്. അങ്ങനത്തെ ഒരു പ്രത്യേക ടെറൈനുള്ള സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇന്ത്യ ഈസ് ഹാവിങ് എ ഗുഡ് സിനാരിയോ ഫോർ ദാറ്റ്. അടുത്ത റിക്രിയേഷണൽ യൂസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പം നിങ്ങൾക്കറിയാം, റിക്രിയേഷണൽ യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വരുന്നത് വീഗാലാൻഡാണ്. വീഗാലാൻഡ് ഈസ് വൺ ഓഫ് ദം. അതല്ലാതെ ഇതുപോലത്തെ വാട്ടർ തീം പാർക്കുകളുണ്ട്. അതേപോലെ തന്നെ ഈ ആലപ്പുഴ ബോട്ട് സർവീസുകൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അങ്ങനെയുള്ളത്, അതുപോലെ റിസോർട്ടുകൾ, പൂളുകൾ, ഇതെല്ലാം റിക്രിയേഷണൽ യൂസുകളാണ്. പിന്നെ നാവിഗബിൾ വാട്ടർ വേസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് അനദർ യൂട്ടിലിറ്റി ഓഫ് വാട്ടർ. അവിടെ നമ്മൾ വാട്ടർ ഇസ് യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, മേ ബി ഐദർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്. ഇതിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ആലപ്പുഴ ബാക്ക് വാട്ടേഴ്സ് ആണ്. സോ ദാറ്റ് ഇസ് അനദർ യൂസ് ഓഫ് വാട്ടർ. ഇതിനകത്ത് ഈ സ്ലൈഡിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം, it takes 1799 gallons of fresh water to make a pound of beef. അതായത് ഇറ്റ് ഈസ് equivalent to 35 filled bathtubs. ഇനി അതേപോലെ it takes 108 gallons of fresh water to grow a pound of corn. ഇതും നാഷണൽ ജിയോഗ്രഫിക്കിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അവരുടെ ഡോക്യുമെൻ്റ് ഉണ്ട്, എസ്പെഷ്യലി ഫോർ വാട്ടർ റിസോഴ്സ് യൂസേജ്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഫുഡ് ക്രോപ്പ്, 1 യൂണിറ്റ് ഓഫ് ഫുഡ് ക്രോപ്പ് ഉണ്ടാക്കാൻ അതിൻ്റെ പിന്നിൽ ആ ചെടി നമ്മൾ അത് വിതയ്ക്കുന്നത് മുതൽ അതിൻ്റെ വിളവ് കൊയ്യുന്നിടം വരെ നമ്മൾ വാട്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോട്ട് ഫോർ എ സിംഗിൾ ഡേ, മേ ബി 2 months ഓർ 3 months, എത്ര തവണ അത് റെഗുലറായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് അതിന്. അപ്പോൾ അത്രയും വെള്ളം നമ്മൾ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ക്രോപ്പ് കൊയ്തെടുത്തതിന് ശേഷം അത് നമുക്ക് ഇത് ഡയറക്റ്റ് കൺസ്യൂം ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഗിവൺ ടു മേ ബി ഐദർ കാറ്റിൽ ഓർ ലൈവ് സ്റ്റോക്സ്. നമ്മൾ കോഴിക്ക് തീറ്റയായിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, ആമസോൺ മഴക്കാടുകളിൽ സോയാബീൻ കൃഷി തഴച്ചു വളരാൻ കാരണം എന്തായിരുന്നു? ലോകത്ത് ആൾക്കാർക്ക് ബീഫിനോടൊരു താല്പര്യം വന്നപ്പോഴാണ്. അപ്പോൾ ബീഫ് എന്ന് പറയുന്ന സംഗതി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ സോയാബീൻ ഉണ്ടാവണം. സോയാബീൻ ഇറ്റ് സെൽഫ് കൺസ്യൂംസ് വാട്ടർ. അപ്പോൾ ഇതിൻ്റെ നട്ട്ഷെൽ എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് ദ പോപ്പുലേഷൻ ഓഫ് അറൗണ്ട് ദ ഗ്ലോബ് മൂവ്സ് മോർ ആൻഡ് മോർ ടു മീറ്റ്, അതായത് മുട്ട, മാംസം ഉൾപ്പെടെയുള്ള ആ ഡയറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ടേക്സ് മോർ വാട്ടർ ഓർ ഇറ്റ് കൺസ്യൂംസ് മോർ വാട്ടർ. ദ ഡിമാൻഡ് ഓഫ് വാട്ടർ ഗോസ് ഓർ ഷൂട്ട്സ് അപ്പ്, അങ്ങനെ വേണം പറയാൻ. അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലായത്, ഒരു പൗണ്ട് ഓഫ് കോണും ഉണ്ട്, ഒരു പൗണ്ട് ഓഫ് ബീഫും ഉണ്ട്. ഒരു പൗണ്ട് ഓഫ് കോൺ നമുക്ക് ഉണ്ടാക്കാനായിട്ട് 2 ഫിൽഡ്, അത് തന്നെ 2 ഫിൽഡ് ബാത്ത് ടബ് ഉപയോഗിക്കുമ്പോഴാണ് ഒരു പൗണ്ട് കോൺ. ഒരു പൗണ്ട് കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം ഇല്ല, മേ ബി ബിറ്റ്വീൻ 400 grams and 500 grams. 1/2 കിലോയ്ക്ക് താഴെയാണ് ഒരു പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1/2 കിലോ കോൺ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 2 ഫിൽഡ് ബാത്ത് ടബാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അത്രയും വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഒരു പൗണ്ട് 1/2 കിലോയ്ക്ക് താഴെ ബീഫ് ഉണ്ടാക്കാനായിട്ട് 35 ഫിൽഡ് ബാത്ത് ടബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് വേറൊരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ കഴിച്ചിട്ട് മേ ബി ഇവർ നോൺ വെജ് ഫുഡിൻ്റെ ചെറിയൊരു ഭാഗം വേസ്റ്റായി കളയുന്ന സമയത്ത് ഹൗ മച്ച് വാട്ടർ ഈസ് വേസ്റ്റഡ്, അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.
ഇനി അത് ഏറ്റവും അവസാനം പറഞ്ഞത് US സ്വിമ്മിംഗ് പൂൾസ് ലൂസ് 150 ബില്യൺ ഗാലൻസ് ഓഫ് വാട്ടർ ടു ഇവാപ്പറേഷൻ എവറി ഇയർ. ഓരോ വർഷവും US സ്വിമ്മിംഗ് പൂൾസിൽ മാത്രം 150 ബില്യൺ ഗാലൻസ്, 1 ബില്യൺ 100 കോടിയാണ് എന്ന് നമുക്കറിയാം. അത്രയും ബില്യൺ ഗാലൻസ് ഓഫ് വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഒരു കാര്യമില്ല, അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ വെള്ളം എത്രത്തോളം കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കേണ്ടതാണെന്നും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അശ്രദ്ധമായിട്ട് കളയുന്ന ഭാഗത്ത് എവിടെ കൂടെയൊക്കെയാണ് വാട്ടർ ലീക്കേജ് ഉണ്ടാകുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടറിൻ്റെ 2 രീതിയിൽ നമുക്ക് തിരിക്കാം. കൺസംപ്റ്റീവ് യൂസ് ആൻഡ് നോൺ കൺസംപ്റ്റീവ് യൂസ്. അപ്പോൾ അതിനകത്ത് ഹൈഡ്രോ പവർ പ്ലാന്റിൻ്റെ നോൺ കൺസംപ്റ്റീവ് യൂസ് ആണ്. അതേപോലെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയൽ ഇറിഗേഷൻ യൂസേജുകൾ കൺസംപ്റ്റീവ് യൂസ് ആണ്. അപ്പോൾ ഞാനൊരു സ്ലൈഡ് വെറുതെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഇതിനകത്ത് ഞാൻ ഈ പ്രസൻറ്റേഷനകത്തുള്ള എല്ലാ സ്ലൈഡ്സും നമ്മൾ സിലബസ് ഡയറക്റ്റ് പറയുന്നതല്ല. നിങ്ങൾ അത് സിലബസ് കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഞാനത് ഒരു റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒന്നിച്ച് ഈ സ്ലൈഡ്സിനകത്ത് കയറ്റിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഹൈ ഗ്രോത്ത് ആൻഡ് ഹ്യൂമൻ പോപ്പുലേഷൻ ആൻഡ് ഇൻക്രീസ്ഡ് മാൻ ഇൻഡ്യൂസ്ഡ് വാട്ടർ പൊല്യൂഷൻ. ഈ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ കാരണം the phenomenon is called not utilization but over utilization. അതായത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവജാലങ്ങൾ അവർക്ക് നാച്ചുറൽ ഡിമാൻഡിന് വേണ്ടിയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് വെള്ളം ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ if you waste the water or if you pollute the water, it is called over utilization. ഓക്കെ, അത് പ്രത്യേകിച്ചൊന്നുമില്ല. കണ്ടിന്യൂസ് ഡിപ്ലീഷൻ ഉണ്ടാവുന്നു, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കാരണമാണ്. So and the പ്രധാനപ്പെട്ട and the important reason or the prominent reason is rapid rise in industrialization and urbanization in modern times. Nothing much in it. ഇതിൻ്റെ കോൺസിക്വൻസസ്, ദ വാട്ടർ ഓവർ യൂട്ടിലൈസേഷൻ കോൺസിക്വൻസസ്. അതിലൊന്ന് ഡിക്രീസ്ഡ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഫ്രഷ് വാട്ടറിൻ്റെ അവൈലബിലിറ്റി പ്രധാനമായിട്ടും ഏതൊരു സൊസൈറ്റിക്കാണെങ്കിലും നമുക്ക് വി ക്യാൻ റിലൈ അപ്പോൺ ഓൺലി സർഫസ് വാട്ടർ ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. നമുക്ക് കടലിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തെടുത്ത് നമുക്കത് റിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ടു tedious ആൻഡ് ഇറ്റ് ഈസ് ടു അൺഎക്കണോമിക്കൽ. അപ്പോൾ സാധാരണ ഇതിൽ നമ്മൾ അതിനെ റൂൾ ഔട്ട് ചെയ്യുവാണ്. പക്ഷേ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഗോ ഫോർ ഗ്രൗണ്ട് വാട്ടർ ആൻഡ് സർഫസ് വാട്ടർ. സർഫസ് വാട്ടർ എല്ലായിടത്തും അവൈലബിൾ ആവണമെന്നില്ല. കാരണം ലേക്ക്, സ്ട്രീം, റിവർ അങ്ങനെയൊക്കെ ഉള്ള അതിൻ്റെ പ്രോക്സിമിറ്റി ഉള്ള സ്ഥലങ്ങൾ മാത്രം നമുക്ക് അങ്ങനെ വെള്ളം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ദൂരമുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്ക് റിവർ വാട്ടർ പറയാൻ പറ്റില്ല. പക്ഷേ വി ക്യാൻ ഓൺലി ഗോ ഫോർ ഗ്രൗണ്ട് വാട്ടർ. ഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡൗൺ പോറിങ് പ്രിസിപ്പിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ വെള്ളം മണ്ണിലേക്ക് അരിച്ചിറങ്ങിയിട്ട് there are certain water tables. മണ്ണിനടിയിൽ ഒത്തിരി ആഴത്തിൽ വാട്ടർ ടേബിളുകളുണ്ട്. ആ വാട്ടർ ബേസിൻസിൻ്റെ അതിലെ വാട്ടർ ടേബിളിൽ വെള്ളം സ്റ്റോർ ചെയ്യപ്പെടും. നമുക്ക് ആ ഒരു വർഷത്തേക്കുള്ള വെള്ളം നമുക്കതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. പക്ഷേ വെൻ യു യൂസ് വാട്ടർ ബിയോണ്ട് സർട്ടൻ റേറ്റ്, നമ്മൾ അതിൽ കൂടുതൽ പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വാട്ടറിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ഹൈറ്റ് താഴോട്ട് പോകും. അത് നാച്ചുറലി അറിയാമല്ലോ. നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കണമെങ്കിൽ താഴോട്ട് പോകും. അപ്പോൾ ഡിക്രീസ്ഡ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആഴം കുറഞ്ഞ കിണറുള്ള ആളിൻ്റെ വീട്ടിൽ വെള്ളം കിട്ടില്ല. ഒരു പക്ഷേ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന ആഴം കൂടിയ കിണറിൽ നിന്നായിരിക്കും. അപ്പം നമ്മൾ താഴത്തെ ഒത്തിരി താഴെ നിന്ന് വെള്ളം ഒത്തിരി പമ്പ് ചെയ്തൊക്കെ മാറ്റിയാലും വാട്ട് ഹാപ്പൻസ് ഈസ് ദ ഡിക്രീസിങ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ ലെവൽ. അതുകൊണ്ട് തന്നെ ദാറ്റ് റിസൾട്ട്സ് ഇൻ ദ ഷോർട്ടേജ് ഓഫ് വാട്ടർ ഫോർ സം അതർ പീപ്പിൾ. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് സീൽ പെർമിയബിൾ സോയിൽ സോൺ. അതായത് കോൺസിക്വൻസസിൻ്റെ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് അർബനൈസേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് പോട്ടെ, വി അഡോർ ഇറ്റ് വിത്ത് ഇൻ്റർലോക്ക്ഡ് ടൈൽസ്. നമ്മളതിനെ ഭംഗിയാക്കാറുണ്ട്. എൻ്റെ വീട്ടിൽ പുല്ല് വളരാൻ പാടില്ല, എൻ്റെ വീട് വൃത്തിയിടാൻ പാടില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും? വി ഗോ ഫോർ ഇൻ്റർലോക്ക്ഡ് ടൈൽസ്. കാരണം ഗ്രൗണ്ട് വാട്ടർ എനിക്ക് കുഴിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ ഈ ഗ്രൗണ്ടിൽ എങ്ങനെയാണ് വാട്ടർ വരുന്നത്? ഈ വാട്ടർ ടേബിളിൽ എങ്ങനെയാണ് വെള്ളം വരുന്നത്? വേറെ എവിടെയൊക്കെ പെർമിയേറ്റ് ചെയ്ത് താഴേക്ക് വീഴുന്ന വെള്ളമാണ്. അപ്പോൾ ഞാനത് അടച്ചാലും എനിക്ക് വെള്ളം കിട്ടും എന്നുള്ളൊരു കോൺസെപ്റ്റ് ആൾക്കാരുടെ മനസ്സിലുള്ളത് കൊണ്ടാകാം they keep their own houses with interlocked tiles, but they go for borewells.
അതേപോലെ വേറൊരു കോൺസിക്വൻസ് അവർ പറയുന്നത് ലാൻഡ് സബ്സിഡൻസ്. വാട്ടർ ടേബിൾ വല്ലാതെ താഴുക, മണ്ണിന് താഴുമ്പോൾ എന്തോ പറ്റും, ഗ്രൗണ്ട് വാട്ടറിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലാതാവുന്ന സമയത്ത് മണ്ണിൻ്റെ അടിഭാഗം ഡ്രൈ ആയിട്ട് എന്ത് സംഭവിക്കും? നിങ്ങൾക്കറിയാം, ഇപ്പോൾ മണ്ണ് സാധാരണ കുറച്ച് മണ്ണെടുത്തിട്ട് വയ്ക്കുക, അതിൻ്റെ അകത്ത് സർട്ടൻ എമൗണ്ട് ഓഫ് മോയ്സ്ചർ ഉണ്ടെന്നിരിക്കട്ടെ. 2-3 ദിവസം ആകുമ്പോൾ മണ്ണ് അതേപോലെ അങ്ങ് വെച്ചിരിക്കുക. അപ്പം വാട്ടർ കണ്ടൻറ്റ് എല്ലാം പോയിട്ട് ആ മോയ്സ്ചർ എല്ലാം പോയിട്ട് അത് ഡ്രൈ ആവും. നിങ്ങൾ ഒന്ന് കൈ വെച്ച് ഞെക്കിക്കഴിഞ്ഞാൽ അത് പൊടിഞ്ഞകത്തേക്ക് വീഴുന്നത് കാണാം. അപ്പോൾ ദ സെയിം തിങ് ഹാപ്പൻസ് ഇൻ റിയൽ ലൈഫ്. അതായത് വാട്ടർ ടേബിളിൻ്റെ ഹൈറ്റ് താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ അടിയിലുള്ള മണ്ണ് ഡ്രൈ ആയിട്ട് ദാറ്റ് കോസസ് ലാൻഡ് സബ്സിഡൻസ്. ലാൻഡ് സബ്സിഡൻസ് എന്ന് പറഞ്ഞാൽ ഈ മണ്ണങ്ങ് ഇരുന്ന് പോകും. അങ്ങനെ ഇപ്പോൾ നമുക്കറിയാം, അങ്ങനെ ലാൻഡ് സബ്സിഡൻസ് കാരണം മണ്ണങ്ങ് ഇരുന്ന് പോകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ കൺസ്ട്രക്റ്റഡ് ബിൽഡിങ്ങുകളുണ്ടല്ലോ, ബിൽഡിങ്ങുകൾ ഒരു വശം കൊണ്ടങ്ങ് താഴും, അല്ലെങ്കിൽ അതോടെ പൊളിഞ്ഞങ്ങ് വീഴും. പക്ഷേ എന്ത് സംഭവിച്ചാലും ചെറുതായിട്ടൊന്ന് ടിറ്റുണ്ടായാൽ മതി, പിന്നെ ആ ബിൽഡിങ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ബാഡ് കോൺസിക്വൻസ് ഓഫ് ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് വാട്ടർ. ഇനി ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, ഡിസ്റ്റർബ്സ് ദി ഇക്വിലിബ്രിയം ഓഫ് റിസർവോയർ, lowering of water table and decrease the pressure in aquifers coupled with changes in speed and direction of water flow. അപ്പം ഇത് കുറച്ച് ലാറ്ററൽ കോൺസിക്വൻസുകളാണ് പറയുന്നത്. ഒരിക്കൽ നമ്മൾ വാട്ടർ ടേബിൾ താഴ്ന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാം? അതിനകത്ത് പ്രഷർ ഡിക്രീസ് ചെയ്യാം, അതേപോലെ തന്നെ സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വാട്ടർ ഫ്ലോ മാറാം. ഇങ്ങനെ കുറച്ച് നമ്മൾ ഡയറക്റ്റ്ലി പെർസീവബിൾ അല്ലാത്ത കുറച്ച് കോൺസിക്വൻസുകൾ ഇതിനകത്തുണ്ട്. ആ ചിത്രം നിങ്ങൾക്ക് ഞാൻ സ്ലൈഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരാം, അപ്പോൾ നിങ്ങൾക്ക് കാണാം വിശദമായിട്ട്. ഓക്കെ, ഇപ്പോൾ വാട്ടർ ടേബിളിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. പറയുന്നില്ലേ? ഓക്കെ, ഇത് വേറൊരു കാര്യം അവർ പറയുന്നത് സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ. സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, വിശദമായിട്ട് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഫ്രഷ് ഗ്രൗണ്ട് വാട്ടർ അക്വിഫയർ ഉണ്ട്, അതേപോലെ തന്നെ കുറച്ച് മാറിയിട്ട് കടലുണ്ടെന്നിരിക്കട്ടെ. ഈ കടലുണ്ടെങ്കിൽ കടലിൽ നിന്ന് സീപ്പിൻ ചെയ്യുന്നത്, അതായത് കടലിൻ്റെ കടൽ തറയിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് അരിച്ചിറങ്ങുന്ന വെള്ളം സോൾട്ട് വാട്ടർ ആയിരിക്കും. ഈ സോൾട്ട് വാട്ടർ കുറേ പോർഷൻ അകത്തേക്ക് പെർമിയേറ്റ് ചെയ്യും, അതായത് കരഭാഗത്തേക്ക് ഉള്ളിലേക്ക് കുറേ പോർഷനിലൊക്കെ പെർമിയേറ്റ് ചെയ്യും. അപ്പം കരയുടെ നേരെ താഴെ, മച്ച് ബിലോ ദ ലാൻഡ്, ഡയറക്റ്റ്ലി ബിലോ ദ ലാൻഡ് ഉണ്ടാവുന്നത് ഫ്രഷ് വാട്ടറിൻ്റെ ഡെപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വാട്ടർ ടേബിൾ ആയിരിക്കും. അതേപോലെ തന്നെ കടലിൻ്റെ അടിയിലുള്ളത് സോൾട്ട് വാട്ടർ ടേബിൾ ആയിരിക്കും. പക്ഷേ രണ്ടും ഒരു ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്നതാണ്. ഇപ്പോൾ ഇവിടുത്തെ വെള്ളവും അവിടുത്തെ വെള്ളം തമ്മിലൊരു പ്രഷർ ഉള്ളതുകൊണ്ട് ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കും അത് നിൽക്കുന്നത്. അതേസമയം നിങ്ങൾ ഫ്രഷ് വാട്ടർ ടേബിളിൽ നിന്ന് വെള്ളം കണ്ടമാനം നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനിടയിലൊരു വാട്ടർ ഇൻ്റർഫേസ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ഡാഷ്ഡ് ലൈൻ നോക്കിയേ, അതാണ് നോർമൽ ഇൻ്റർഫേസ്, സാധാരണഗതിയിലുള്ള ഇൻ്റർഫേസ് അതാണ്. പക്ഷേ നിങ്ങൾ വല്ലാതെ കണ്ട് ഈ ഫ്രഷ് വാട്ടർ എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ ഇൻ്റർഫേസ് ഷിഫ്റ്റ് ഇൻ ടു ദ ലാൻഡ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പം നിങ്ങൾക്ക് 2 ബോർവെല്ലുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇടതുവശത്ത് ഒരെണ്ണം കാണാം, വലതുവശത്ത് ഒരെണ്ണം കാണാം. ഇപ്പം വലതുവശത്തുള്ള ബോർവെല്ലുകാരൻ കുഴൽക്കിണർ കൂടുതൽ കടലിനോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ്. അപ്പം സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ ഉണ്ടാകുന്ന സമയത്ത് ആദ്യം അത് ബാധിക്കുന്നത് വലതുവശത്തുള്ള കിണറിനെയാണ്. കാരണം അയാൾ പിന്നെ ഹിയർ ആഫ്റ്റർ അയാൾ പമ്പ് ചെയ്യുമ്പോൾ വരുന്നതായിരിക്കും സോൾട്ട് വാട്ടർ ആയിരിക്കും. അതേസമയം യഥാർത്ഥത്തിൽ വെള്ളം വലിച്ചെടുക്കുന്ന ഒരുപക്ഷെ അകത്തുള്ള ആളായിരിക്കും. പക്ഷേ the bitter consequence is faced by the one who is more near to the sea. So this is called salt water intrusion. This is a consequence of over exploitation of groundwater. ഇനി കുറച്ച് റീസൺസ്, കുറച്ച് കോൺസിക്വൻസ് അവർ പറയുന്നത് എർത്ത് ക്വേക്ക്, ലാൻഡ് സ്ലൈഡ്സ്, ഫാമിന് വരുന്നത് ജലക്ഷാമം. അപ്പം നമ്മൾ തന്നെ ഡ്രോട്ടെന്നും പറയാറുണ്ട്. ഫാമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷ്യക്ഷാമം, അല്ലെങ്കിൽ കഴിക്കാനൊന്നുമില്ല, കുടിക്കാനും വെള്ളമില്ല, ഇങ്ങനത്തെ അവസ്ഥയാണ് നമ്മൾ ഫാമിൻ എന്ന് പറയുന്നത്.
നാച്ചുറലി നമുക്കത് ചിന്തിക്കാം എന്തുകൊണ്ടാണ് വരുന്നതെന്ന്. ഇനി ഡ്രൈയിങ് ഓഫ് ഡഗ് വെൽ ആസ് വെൽ ആസ് ബോർവെൽ, ദാറ്റ് ഈസ് ഒബ്വിയസ് കോൺസിക്വൻസ്. പിന്നെ അവർ പറയുന്നത് നൈട്രജൻ ഇൻട്രൂഷൻ. അതായത് നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡുകളിൽ നമ്മൾ വളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ നൈട്രജൻ ഫോസ്ഫറസ് ഒക്കെ നമ്മൾ മണ്ണിലോട്ട് ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കും. അപ്പം വെള്ളം കണ്ടവാനം നമ്മൾ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ നൈട്രജൻ ഫെർട്ടിലൈസറുള്ള നൈട്രജൻ പെർക്കുലേറ്റ്സ് റാപ്പിഡ്ലി ഇൻ ടു ദ വാട്ടർ. താഴോട്ട് പെർമീറ്റ് ചെയ്തിട്ട് വാട്ട് ഹാപ്പൻസ് ഈസ്, നമ്മൾ റൈറ്റ് സൈഡിൽ കാണാം, ചിത്രത്തിൽ കാണാം, ഈ രീതിയിലുള്ള പച്ച നിറത്തിലുള്ള ഒരു വെള്ളമായിട്ട് അത് മാറും. അത് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ എക്സസീവ് പ്രസൻസ് ഓഫ് നൈട്രജൻ. ഇതിൽ നിന്നൊക്കെയാണ് പിന്നെ യൂട്രോഫിക്കേഷൻ ഉണ്ടാകുന്നത്. യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ പായലുകൾ വളരുക, അതേപോലെ തന്നെ വെള്ളത്തിനകത്ത് നാച്ചുറലായിട്ട് ഉള്ള അക്വാട്ടിക് സ്പീഷീസുകൾ പലതും നശിച്ചു പോകും, ചത്തുപോകും. പകരം ഇൻവേസീവ് സ്പീഷീസുകൾ വരും. അതായത് മറ്റ് ജലാശയങ്ങളിൽ മുമ്പില്ലാതിരുന്ന സ്പീഷീസുകൾ ഇങ്ങോട്ട് ഇൻവേഡ് ചെയ്യും. പലപ്പോഴും ഇപ്പോൾ ആഫ്രിക്കൻ പായൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതൊക്കെ ഒരു ഇൻവേസീവ് സ്പീഷീസാണ്. ഇന്നോളം ഇവിടെ ഉണ്ടായിരുന്നതല്ല, വേറെ എവിടെ നിന്നോ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇവിടെ ഇങ്ങനത്തെ ഒരു കെമിക്കൽ കോമ്പോസിഷൻ വെള്ളത്തിനുണ്ടായി വന്നതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻവേഡ് ചെയ്ത് വരുന്ന സ്പീഷീസുകളാണ്. അത് ഒരുപക്ഷെ ചെടികളായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഓർഗാനിസംസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം മാക്രോ ഓർഗാനിസംസ് ആയിരിക്കാം. ഇനി വെള്ളത്തിൻ്റെ സ്കാർസിറ്റി മെഷേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ദർ ആർ സർട്ടൺ വേർഡ്സ് കോൾഡ് വാട്ടർ സ്ട്രെസ്. അതായത് 1700 ക്യൂബിക് മീറ്റർ പെർ പേഴ്സൺ പെർ ഇയർ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സഫീഷ്യൻ്റ് എമൗണ്ട്. നമുക്ക് 5400 പുറത്ത് ക്യൂബിക് മീറ്ററിന് പുറത്ത് കിട്ടുന്നുണ്ടെന്നും പറഞ്ഞു. ബട്ട് ദ നെസസറി എമൗണ്ട് ഈസ് 1700 ക്യൂബിക് മീറ്റർ പെർ പേഴ്സൺ പെർ ഇയർ. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഓരോ ആളിനും അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് വാട്ടർ സ്ട്രെസ്. ജല ലഭ്യതയിലെ കുറവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത് വാട്ടർ സ്കാർസിറ്റി, അതിലും താഴെ വരുന്നത്, അത് 1700 വിട്ട് 1000 ക്യൂബിക് മീറ്ററിൽ താഴെയാണ് വരുന്നുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് വാട്ടർ സ്കാർസിറ്റി. നമ്മൾ തന്നെ ജല ദൗർലഭ്യം എന്ന് പറയും. ഇനി അതിലും താഴെ പോവുകയാണെങ്കിൽ ലാക്ക് ഓഫ് വാട്ടർ വിൽ ദെൻ സ്റ്റാർട്ട്സ് അഫക്റ്റിംഗ് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പം 1000 ക്യൂബിക് മീറ്റർ പോലും ഒരു മനുഷ്യന് വെള്ളം കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ that starts affecting the economic growth of the society and the health well-being of the society. ഇനി അതിൽ താഴെ 500 ക്യൂബിക് മീറ്റർ പോലും ഒരു മനുഷ്യന് വെള്ളം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് അബ്സല്യൂട്ട് സ്കാർസിറ്റി. അപ്പം ഇങ്ങനെ സ്കാർസിറ്റി മെഷറുകൾ അവർ പലതായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് സിലബസിൽ അവർ പറയുന്നില്ല. ഇതാണ് വാട്ടർ സ്കാർസിറ്റിയുടെ ഒരു ചിത്രം. ഇത് നമ്മൾ വേറെ ഒരു നാട്ടിലുമല്ല, നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ കാണുന്ന ഒരു ചിത്രമാണ്. ഇത് ഗുജറാത്തിലുള്ള ഒരു ചിത്രമാണ്. കണ്ടാൽ മനസ്സിലാവും ഒരു കിണറിന് ചുറ്റും എത്ര ആണുങ്ങളാണ് ഏതാണ്ട് ഈ പൂരപ്പറമ്പിൽ വന്ന പോലെ വട്ടം ചുറ്റി നിൽക്കുന്നത്, എത്ര പെണ്ണുങ്ങളാണ് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലായി. ഏകദേശം എത്ര ആൾക്കാരുണ്ടോ അത്രത്തോളം കുടങ്ങളാണ് അവിടെ ഉള്ളത്. ശരിയല്ലേ? അപ്പോൾ ഒരാളിന് ഒരു കുടം നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ ഈ ഇയാൾക്ക് വേണ്ടി മാത്രമാണോ വെള്ളം കോരുന്നത്? അല്ല. ആ വീട്ടിൽ ഒരു പക്ഷേ ഇവരുടെ കീഴിൽ ചിലപ്പോൾ ഇത്രയും ദൂരം നടന്നു വരാൻ പറ്റാത്ത ചിലപ്പോൾ 2-3 കുട്ടികളുണ്ടാവും, പ്രായം ചെന്ന ആൾക്കാർ കാണും. അപ്പം ഇവർ എല്ലാവരും ഈ കിണറിൻ്റെ തൊട്ടായിരിക്കുകയല്ല നിൽക്കുന്നത്. പലപ്പോഴും അവർ 3-4 കിലോമീറ്റർ മാറിയിട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള കാര്യം 3-4 കിലോമീറ്ററിനപ്പുറത്തുനിന്ന് 2-3 കുടം തലയിൽ വെച്ചുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ തലയിൽ, അവർക്ക് 2 കൈ വിട്ട് ബാലൻസ് ചെയ്ത് നടക്കാൻ അറിയാം. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അവരത് തലയിൽ ചുമന്നുകൊണ്ട് വരും. ഇതുപോലെ കാത്തു നിന്നിട്ട് ഡ്രൈ അപ്പ് ആവാറായ ഏതെങ്കിലും കിണറിൽ നിന്ന് എന്ത് ചെയ്യും? വെള്ളം കോരിയെടുക്കും. അവരത് തലയിൽ ചുമന്നുകൊണ്ട് പോയി ഈ ഹോൾ ഫാമിലിക്ക് ഒരുപക്ഷെ അന്നത്തെ ദിവസം മുഴുവനുള്ള പാചകത്തിനും കുളിക്കാനും കുടിക്കാനും ഒക്കെയുള്ള വെള്ളം, ഇത്രയും വെള്ളമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഈ അടുത്ത കാലത്ത് നമ്മൾ വേറെ ന്യൂസിൽ വായിക്കുകയുണ്ടായി. അടുത്ത കാലത്തിൽ ഇത് കാലാകാലങ്ങളായി സംഭവിക്കുന്നതാണ്. ഈ അത്ര ശക്തിഹീനരായിട്ടുള്ള ഈ പാവപ്പെട്ട ഗ്രാമീണരെ പേടിപ്പിച്ചിട്ട് അവിടുത്തെ വല്ല ജമീന്ദാർമാരോ അല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ വലിയ നേതാക്കന്മാരെന്ന് പറയുന്നില്ല, അവിടുത്തെ ഗുണ്ടാലൈക്ക് ആൾക്കാരൊക്കെ, ഇത് സംഭവിച്ച കഥയാണ്. ഇതുപോലൊരു പബ്ലിക് കിണറിൻ്റെ ചുറ്റും ഒരു വേലി കെട്ടി, അത് അയാളുടെ പ്രോപ്പർട്ടിയായി മാറിയെന്ന് അയാൾ അവകാശപ്പെട്ടു. പിറ്റേന്ന് മുതൽ വരുന്നതിൻ്റെ കുടത്തിന് 2 രൂപ 3 രൂപ എല്ലാവരും കൊടുക്കണം.
കൊടുത്താൽ മാത്രമേ അയാൾ വെള്ളം കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇവർക്ക് ആർക്ക് അയാളെ എതിർക്കാൻ കഴിവില്ല, അതിനുള്ള ശക്തിയില്ല. ബട്ട് ദേ ഹാഡ് ടു പേ മണി. ഒന്നാമത് അവർക്ക് വലിയ ഗതിയില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ എന്നിട്ട് പോലും അവർക്ക് ഇങ്ങനെ കാശ് കൊടുത്ത് വെള്ളം മേടിക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ദൂരെയുള്ള കഥയല്ല ഈ പറയുന്നത്, നമ്മുടെ ഇന്ത്യയിലുള്ള കഥയാണ്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഒരു തീവ്രത കാണിക്കാൻ വേണ്ടി ഞാൻ ഈ സ്ലൈഡ് ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് യൂട്രോഫിക്കേഷൻ. ഇത് കണ്ട മീൻ ചത്ത് പൊങ്ങുന്നത് കാണാം. റൈറ്റ് സൈഡിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വെള്ളത്തിലേക്ക് യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാതെ പമ്പ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇത് ഞാൻ പറയുന്നില്ല, സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യുന്ന നിങ്ങൾ നോക്കിയാൽ മതി. അതൊരു പറയുന്നത് ഏറ്റവും അവസാനത്തെ 2 പോയിന്റ്. വാട്ടർ ടേബിൾസ് ആർ ഫാളിങ് റാപ്പിഡ്ലി, നോട്ടബിൾ ഇൻ ഇന്ത്യ, ചൈന ആൻഡ് US, വിച്ച് ടുഗെദർ പ്രൊഡ്യൂസ് വേൾഡ്സ് ഹാഫ് ഓഫ് ദ ഫുഡ്. അതായത് ലോകത്താകമാനമുള്ള മനുഷ്യർക്ക് വേണ്ട അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഉണ്ടാകുന്ന 3 രാജ്യങ്ങളാണ് ഇന്ത്യ, ചൈന, അതേപോലെ US. അവിടെയുള്ള വാട്ടർ ടേബിളുകൾ ഒത്തിരി താണു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലുള്ളവർ മാത്രമല്ല സഫർ ചെയ്യാൻ പോകുന്നത്, ലോകത്താകമാനം നമ്മൾ ആർക്കാർക്കൊക്കെയാണ് ഫുഡ് സപ്ലൈ ചെയ്യുന്നത് അവരെല്ലാവരും സഫർ ചെയ്യും എന്നുള്ളതാണ്. ഇനി പറയുന്നത് കോൺഫ്ലിക്ട്സ് ഓവർ വാട്ടർ. അതിനകത്ത് കുറച്ച് കാര്യം നമുക്ക് ഒന്ന് വായിച്ചു പോകാം. 200 വാട്ടർ ബോഡീസ് ആർ ഷെയർഡ് ബിറ്റ്വീൻ കൺട്രീസ്. അതായത് ഒരു രാജ്യത്തിനകത്തൂടെ ആകണമെന്നില്ല. ഇപ്പം നമ്മൾ പെരിയാർ നമ്മൾ ഇന്ത്യക്കകത്തോട് ഒഴുകുന്നതാണ്. ആ നദിക്ക് വേറെ ആർക്കും ക്ലെയിം പറയാനില്ല. അതേസമയം ചില നദികൾ രാജ്യങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുന്നതുണ്ട്, നമുക്കിപ്പോൾ കാണാം. അതേപോലെ തന്നെ കോൺഫ്ലിക്റ്റ് അറ്റ് യൂഫ്രട്ടീസ് ടൈഗ്രിസ് റിവർ ഷെയറിങ് അലോങ് ദ മിഡിൽ ഈസ്റ്റ്. അതേപോലെ ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ രാജ്യങ്ങളിലൂടെയാണ് ഗംഗ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. അതേപോലെ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങൾ, അതായത് സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ the conflict can be between nations, it can be between states, or it can be between even it can be between industry and the local people. അങ്ങനത്തെ ഒരു കേസ് നമുക്കറിയാം. കൊക്കക്കോള, പഴയ പ്ലാച്ചിമേടയുടെ കേസ് നമുക്കറിയാം. ആ ഭാഗത്ത് അവർക്ക് അനുവദിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഗ്രൗണ്ട് വാട്ടർ ഓരോ ദിവസവും ഏകദേശം 2 ലക്ഷം ലിറ്റർ വെള്ളത്തോളം കൊക്കക്കോള കമ്പനിക്കാർ വലിയ പമ്പ് വെച്ച് എക്സ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ ചുറ്റുവട്ടമുള്ള ഗ്രൗണ്ടിൽ അവിടുത്തെ വാട്ടർ ടേബിൾ താഴുമല്ലോ നാച്ചുറലി. വാട്ടർ ടേബിൾ താണപ്പോൾ അവിടെയുള്ള ക്രോപ്പുകൾ, അഗ്രികൾച്ചർ വല്ലാതെ അങ്ങ് കൂപ്പുകുത്തി. അവിടെയുള്ള ക്രോപ്പുകൾ, വിളകൾ കരിയാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവിടെയുള്ള ആൾക്കാർക്ക് ഇറിഗേഷൻ വെള്ളം കിട്ടാതായി. അവർക്ക് കിട്ടുന്ന വെള്ളം വളരെ പൊല്യൂട്ടഡ് ആവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ അവരത് സമരം ആരംഭിച്ചു. അങ്ങനെ ഇറ്റ് ലീഡ് ടു എ മാസീവ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഇൻഡസ്ട്രി ആൻഡ് ദ ലോക്കൽ പീപ്പിൾ. ഒടുവിൽ ജനങ്ങൾ തന്നെയാണ് വിജയിച്ചത്. പക്ഷേ ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് സഫറിങ്. അത് ചരിത്രമാണ്. അപ്പം ഇതുപോലെയുള്ള വാട്ടർ കോൺഫ്ലിക്റ്റുകളാണ് നമുക്കിപ്പോൾ നോക്കാൻ പോകുന്നത്. ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന പലതും നമ്മൾ കാണുന്നില്ല, പക്ഷേ വി വിൽ സീ വാട്ട് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ കർണാടക ആൻഡ് തമിഴ്നാട് ഇൻ ദ കേസ് ഓഫ് കാവേരി റിവർ. നമുക്ക് ഒന്നൊന്നായിട്ട് നോക്കാം. ഇതിന് ആദ്യത്തേത് ജോർദാൻ റിവർ കോൺഫ്ലിക്റ്റ്. ജോർദാൻ നമുക്കറിയാം, അത് അറേബ്യയുടെ ഇടത് ഭാഗത്ത്, ഈസ്റ്റേൺ ഭാഗത്ത്, വെസ്റ്റേൺ ഭാഗത്ത് കിടക്കുന്ന ഒരു കൺട്രിയാണ്. അപ്പം ഇതിനകത്ത് ജോർദാൻ നദി, അതിൻ്റെ പുറത്തുള്ള ഒരു കോൺഫ്ലിക്റ്റാണ് ജോർദാൻ റിവർ കോൺഫ്ലിക്റ്റ് നമ്മൾ പറയുന്നത്. അത് സ്റ്റാർട്ടഡ് ഓഫ് നിയർ 1944, 1944 തുടങ്ങിയിട്ട് 1967 വരെ ഉണ്ടായിരുന്ന ഒരു കോൺഫ്ലിക്റ്റ്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് ജോർദാനുണ്ട്, ഇസ്രായേലുണ്ട്, സിറിയയുണ്ട്. അതായത് ഇതിനകത്ത് ജോർദാൻ റിവർ ഈസ് ഷെയർഡ് ബിറ്റ്വീൻ ദീസ് 3 കൺട്രീസ്. അപ്പം ഇടത് ഭാഗത്ത് നമ്മൾ കാണുന്ന ഇസ്രായേൽ എന്ന രാജ്യം, ഇസ്രായേലുകാർ ഈ ജോർദാൻ നദിയിൽ ഒരു വാട്ടർ പ്രോജക്റ്റ് അവർ തയ്യാറാക്കാൻ തുടങ്ങി. അതായത് സോ ദാറ്റ് അവർ വെള്ളത്തിന് ഡൈവേർട്ട് ചെയ്തിട്ട് കൂടുതൽ വെള്ളം എക്സ്ട്രാക്ട് ചെയ്ത് ദേ സ്റ്റാർട്ടഡ് ഓഫ്
ഫോർ ഡെവലപ്പിംഗ് ദെയർ ഓൺ കൺട്രി. ഇസ്രായേലിന് അവരൊരു വെള്ളം പമ്പ് ചെയ്ത് മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് അവർ തുടക്കം കുറിച്ചു. അപ്പം ഇത് ജോർദാൻ, സിറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ചൊടിപ്പിച്ചു. അവർ ഇത് നടപടിയാവുന്ന കാര്യമല്ലെന്നും ഇങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞു. ഇസ്രായേൽ ഇത് കേട്ടില്ല. കാരണം ജോർദാൻ നദി രണ്ടുപേരെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ലെബനൻ, ഇപ്പം നിങ്ങൾക്ക് വടക്ക് ഭാഗത്ത് ലെബനൻ എന്ന് പറയുന്ന രാജ്യം കാണുന്നുണ്ട്. സത്യത്തിൽ ഈ രണ്ട് ചെറിയ ചെറിയ നദികൾ, അതായത് ഏറ്റവും മുകളിൽ കാണുന്ന ഹസ്ബാനിയും ബൻസാസും, അങ്ങനെ രണ്ട് നദികൾ, പോഷക നദികൾ ചേർന്നിട്ടാണ് ഈ ജോർദാൻ റിവർ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹസ്ബാനി റിവറിലും ബൻസാസ് റിവറിലും ഇവർ ഇതുപോലെ തന്നെ, അതായത് ഇസ്രായേൽ എന്താണോ ചെയ്തത് അവരത് വടക്ക് ഭാഗത്ത് വെച്ച് തന്നെ ഈ ചെറിയ പോഷക നദിയിൽ നിന്ന് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി ജോർദാൻ നദിയിൽ വെള്ളം പോകും. അപ്പോൾ ഇവരത് അവിടെ വെച്ച് തന്നെ വെള്ളം എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റാനുള്ളൊരു ഒരു പ്രോസസ്സ് ആരംഭിച്ചു. പക്ഷെ അത് അത്ര സക്സസ്ഫുൾ ആയില്ല. കാരണം ഡ്യൂ ടു ദ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ്, ഇക്കണോമിക് കൺസ്ട്രെയിൻസ് കാരണം അവർക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എനിവേ ദ കോൺഫ്ലിക്റ്റ് പ്രിവെയിൽഡ് ബിറ്റ്വീൻ ദീസ് ത്രീ കൺട്രീസ്. അതായത് ഇസ്രായേൽ ഒരു ഭാഗത്ത്, ലെബനൻ, സിറിയ, ജോർദാൻ വേറൊരു ഭാഗത്ത്, പിന്നെ ഇവരെ സഹായിക്കാനായിട്ട് പിന്നീട് ഈജിപ്റ്റും വന്നു. അപ്പോൾ ഈ ഈജിപ്റ്റ് പക്ഷേ 1967 കൂടി ഒരു വലിയൊരു മാസീവ് ആർമി ഇഷ്യൂ ആയിട്ട് ഇത് മാറി. അതായത് വി കോൾ ഇറ്റ് 6 day വാർ. 6 ദിവസം നീണ്ടു നിന്ന ഒരു യുദ്ധമായിട്ടത് മാറി. 6 ദിവസം കൊണ്ട് കണ്ടമാനം കാഷ്വാലിറ്റീസ് ഉണ്ടായി. പക്ഷേ ഇസ്രായേൽ നല്ല വിശദമായി ഭംഗിയായിട്ട് പിടിച്ചു നിന്നു. കാരണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് കണ്ടമാനം കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ 10,000-കണക്കിന് ആൾക്കാർ ഈ 6 ദിവസം കൊണ്ട് 10,000-കണക്കിന് ആൾക്കാർ ഈജിപ്തിൻ്റെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സിറിയയുടെ ഭാഗത്തുനിന്നും ലെബനൻ്റെ ഭാഗത്തുനിന്നൊക്കെ കൊല്ലപ്പെട്ടു. 6 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് മനസ്സിലായിട്ട് ദേ കെയിം ടു എഗ്രിമെൻറ്റ്. അതിനുശേഷം അവർ റിലേറ്റീവ്ലി പീസ്ഫുള്ളായിട്ട് അവർ പോവുകയാണ്. വളരെ അടുത്ത കാലത്തായിട്ട് ഈ പറഞ്ഞ പോലെ ഇസ്രായേലിൻ്റെ ഈജിപ്തിൻ്റെയൊക്കെ തമ്മിലുള്ളൊരു നയതന്ത്ര ബന്ധം കുറച്ച് ഭംഗിയായി വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ആ തുടക്കത്തിലുള്ളൊരു കല്ലുകടി ഉണ്ടല്ലോ, അത് എല്ലാവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. കാരണം ഇപ്പോഴും നദി എല്ലാവരും ഷെയർ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്കാണോ നിനക്കാണോ കൂടുതൽ എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതെന്ന് വേണമെങ്കിൽ ഇനിയും വരാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ദാറ്റ് ഈസ് ദ കേസ് ബിറ്റ്വീൻ ജോർദാൻ, ദാറ്റ് ഈസ് ദ കേസ് ഓഫ് ജോർദാൻ റിവർ കോൺഫ്ലിക്റ്റ്. നമുക്ക് അടുത്ത് പറയാനുള്ളത് ദ നൈൽ റിവർ കോൺഫ്ലിക്റ്റ്. നൈൽ റിവർ എന്ന് പറയുന്നത് അതൊരു ആഫ്രിക്കൻ റിവറാണ്. നിങ്ങൾക്കറിയാം ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ റിവർ. അതായത് 6,650 കിലോമീറ്ററാണ് നൈൽ നദി ഒഴുകുന്നത്. അതിനകത്ത് അത് 11 രാജ്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും വിശദമായിട്ട് നദി ഒഴുകുമ്പോൾ അതിനകത്ത് നൈൽ നദിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ദാറ്റ് ഈസ് എ റിവർ ദാറ്റ് ഈസ് ഫ്ലോയിങ് ഫ്രം സൗത്ത് ടു നോർത്ത്. അതായത് തെക്കുള്ള ഒരു അക്ഷാംശ രേഖയിൽ നിന്നും വടക്കുള്ള ഒരു അക്ഷാംശ രേഖയിലേക്ക് ഈ മുകളിലേക്ക് ഒഴുകുകയാണ്. അപ്പം നിങ്ങളിപ്പോൾ ഈ മാപ്പ് ഞാൻ കാണിച്ച ചിത്രത്തിന് നൈൽ നദിയുടെ ഫ്ലോ താഴേക്ക് മുകളിലോട്ട് വേണം അസ്യൂം ചെയ്യാൻ, അല്ലെ മുകളിലും താഴേക്കല്ല. അപ്പോൾ ഇതിനകത്ത് ഇത് പല രാജ്യങ്ങൾ പോകുന്നതിനകത്ത് ഒരെണ്ണം എത്യോപ്യയാണ്. നിങ്ങൾക്ക് കാണാം താഴെ എത്യോപ്യയുണ്ട്. അതിനകത്ത് 2 പോഷക നദികൾ ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിലൊന്ന് വൈറ്റ് നൈലുണ്ട്, ഒരു ബ്ലൂ നൈലുണ്ട്. അപ്പോൾ ഈ വൈറ്റ് നൈലും ബ്ലൂ നൈലും കൂടെ ഒന്നിച്ച് ചേർന്നിട്ടാണ് നൈൽ നദിയായിട്ട് ഈജിപ്തിലേക്ക് ഒഴുകുന്നത്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് എത്യോപ്യൻ റെനൈസൻസ് ഡാം എന്ന് പറഞ്ഞൊരു ഡാം എത്യോപ്യക്കാർ ഒന്ന് വിഭാവനം ചെയ്തു. സോ ഇത് എത്യോപ്യ വലിയ സാമ്പത്തികമായിട്ട് അത്ര മുന്നോട്ടേക്കുന്ന രാജ്യമല്ല. പക്ഷേ അവരെന്ത് വെച്ചാൽ അവരൊന്ന് ചിന്തിച്ചു. അതായത് ഇപ്പോഴുള്ള അവരുടെ എത്യോപ്യൻ കൺട്രിയുടെ അന്നത്തെ, അതായത് ഈ ഗ്രാൻഡ് എത്യോപ്യൻ റെനൈസൻസ് ഡാം അവർ പ്രൊപ്പോസ് ചെയ്യുന്ന സമയത്ത് the energy demand of the whole of Ethiopia put together was around 4,000 megawatts of energy. അപ്പോൾ ഇവർ ഉദ്ദേശിച്ച ഈ ഡാം വാസ് ഫോർ ആൻ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഓഫ് 6,000 megawatts. അപ്പോൾ നാച്ചുറലി അവർക്ക് ഉപയോഗിച്ചത് പോയിട്ട് സർപ്ലസ് എമൗണ്ട് ഓഫ് എനർജി ഉണ്ടാവും. അപ്പോൾ അവർ വിചാരിച്ചു അത് നമുക്ക് വിറ്റ് കാശാക്കുകയും ചെയ്യാമല്ലോ. സോ ദാറ്റ് കുഡ് ബി എ റെവന്യൂ മീൻസ് എന്നിവിടെ അവർ ചിന്തിച്ചു. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു ഇൻസ്പിറേഷനിൽ അവർ ഡാമിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് പോയി. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഈസ് ഈ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന നിങ്ങൾക്കറിയാം, അവിടെ ഒരു എത്യോപ്യ കഴിഞ്ഞിട്ട് സുഡാൻ എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ബ്ലൂ നൈല്
ഒന്ന് ചുറ്റി വളഞ്ഞ് എത്യോപ്യയിലൂടെ ഫ്ലോ ചെയ്ത് പിന്നെ സുഡാനിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് ആ ഒരു റെഡ് സ്പോട്ട് കാണുന്നില്ലേ, അവിടെയാണ്, ആ ബോർഡറിലാണ് അവർ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ സുഡാനെ സംബന്ധിച്ച് ഇതൊരു ഒരു ഡബിൾ പ്ലേ ആണ്, അല്ലെങ്കിൽ ഒരു 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 ഭാഗം ഒരു കണക്കിന് ഒരു ഗുണവുമാണ്, ഒരു കണക്കിന് ദോഷവുമാണ്. ദോഷം എന്താണെന്ന് നിങ്ങൾക്കറിയാം, കാരണം സുഡാനിലേക്ക് വരാൻ പോകുന്ന വെള്ളമാണ് അവർ തടയാൻ പോകുന്നത്. പക്ഷേ പകരം സുഡാൻ എന്താണ് ലാഭം എന്ന് വെച്ചാൽ, സുഡാനിൽ ഈ നൈൽ നദി കാരണം കുറേ ഫ്ലാഷ് ഫ്ലഡുകൾ ഉണ്ടാവുമായിരുന്നു, ഒത്തിരി വെള്ളപ്പൊക്കം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എത്യോപ്യക്കാർ ഇങ്ങനെ ഡാം കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി സുഡാനിന് ലാഭവും ഉണ്ട്. സോ അതുകൊണ്ട് സുഡാൻ അതിനു വേണ്ടി ഒത്തിരി എതിർക്കാൻ പോയില്ല. പക്ഷേ ദ ദ മോർ വാസ് ദ പേ ഓഫ് ഫോർ ദ ഈജിപ്റ്റ്. ഈജിപ്തുകാർക്ക് ഇത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. കാരണം ഈജിപ്തുകാർ മില്ലിനിയംസ് കൊണ്ട് 10,000 വർഷങ്ങളായിട്ട് പണ്ട് മുതലേയുള്ള ചരിത്രാതീത കാലം മുതൽ, ഈവൻ നമ്മുടെ ഫറവോസ് ആ മമ്മി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പിരമിഡുകളുടെ കാലഘട്ടം മുതലേ നമ്മൾ ഈജിപ്തിൻ്റെ ചരിത്രത്തിലുള്ളതാണ് നൈൽ നദി. അപ്പോൾ അന്ന് മുതൽ അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അവരുടെ വികസനത്തിൻ്റെ ഭാഗമാണ്, അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പം അങ്ങനൊരു നദി ഓൾമോസ്റ്റ് അവർക്ക് ഇല്ലാതാവാൻ പോവാണ്. ഇല്ലാതാവാൻ പോകുക മീൻസ് അവർ അതൊക്കെ സയൻസ് പറയുന്ന അല്ലെങ്കിൽ ടെക്നോളജിക്ക് അനുസരിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, എത്യോപ്യക്കാർ അവരുടെ ഡാം എത്ര ഫാസ്റ്റായിട്ടാണ് റിസർവയർ ഫില്ല് ചെയ്യുന്നുള്ള അനുസരിച്ചിരിക്കും ഈജിപ്തുകാർ എത്രത്തോളമാണ് ഇത് സഫർ ചെയ്യാൻ പോകുന്നുള്ളത്. അതായത് പറഞ്ഞു പറഞ്ഞാൽ അവർ 5 കൊല്ലം കൊണ്ടാണ് എത്യോപ്യ അവരുടെ ഡാം ഫില്ല് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റ് മീൻസ് ദ ക്രോപ്പ് ഓർ ദ yield ഫോർ ക്രോപ്സ് ഇൻ ഈജിപ്റ്റ് will go down by 50%. എന്നൊരു that is the quantum of consequence, quantum of what അതിൻ്റെ പരിണിത ഫലം. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ എന്ത് ചെയ്തു, ഈജിപ്തുകാർ എത്യോപ്യയുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അപ്പോൾ that still remains. അത് ബാക്കി നിങ്ങൾക്ക് ചിന്തിച്ച് നോക്കാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അന്ന് അന്വേഷിച്ച് നോക്കാവുന്നേ ഉള്ളൂ. സോ ദ കോൺഫ്ലിക്റ്റ് സ്റ്റിൽ റിമെയിൻസ് ബിറ്റ്വീൻ ഈജിപ്റ്റ് ആൻഡ് ദിസ് എത്യോപ്യ. പക്ഷേ പിന്നീട് പല നയതന്ത്ര ചർച്ചകളൊക്കെ ഉണ്ടായി. പക്ഷേ ചില സമയത്ത് അവരത് കുത്തിപ്പൊക്കി കൊണ്ടുവരും, ചില സമയത്ത് അവരതിനെ സബ്സൈഡ് ചെയ്യിപ്പിക്കും. പക്ഷേ രാജ്യങ്ങൾ പരസ്പരം പിണക്കാൻ പറ്റില്ല. സ്റ്റിൽ ദാറ്റ് റിമെയിൻസ് ആസ് എ കോൺഫ്ലിക്റ്റ്. ഇനി മൂന്നാമത്തത് ദ RLC. അത് കോൺസിക്വൻസ് നമുക്ക് കോൺഫ്ലിക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പകരം ദാറ്റ് ഇസ് എ ട്രാജഡി. അതായത് RLC എന്ന് പറയുന്നത് അതൊരു നമ്മുടെ മനസ്സിലുള്ള ഒരു കടലല്ലത്. പക്ഷേ ദാറ്റ് വാസ് എ വാസ്റ്റ് ലേക്ക്. 68,000 സ്ക്വയർ കിലോമീറ്ററോളം വലിപ്പം ഏരിയ ഉണ്ടായിരുന്ന ഒരു വലിയ ഫ്രഷ് വാട്ടർ ലേക്കായിരുന്നത്. അത് ലോകത്തിലെ തന്നെ ലോകത്തിലെ തന്നെ 4ാമത്തെ ലാർജസ്റ്റ് ലേക്കായിരുന്നത്. അത് കസാക്കിസ്ഥാൻ, അതായത് സെൻട്രൽ ഏഷ്യയിലുള്ള കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിലുണ്ടായിരുന്ന ഒരു സീ ആയിരുന്നു. ആ സീയിൽ പ്ലെൻറ്റി ഓഫ് ഫിഷസ്, ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. ആ മീനിൽ പലപ്പോഴും അത് USSR അല്ല, നമ്മളെ റഷ്യൻ യൂണിയനിലുള്ള പല പ്രദേശങ്ങളിൽ നിന്നും ഈ സ്ഥലങ്ങളിലേക്ക് ആൾക്കാർ വരുമായിരുന്നു. ഇവിടെയുള്ള കുട്ടികൾ അവിടെ പോയി പഠിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ആയിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ കാഴ്ചപ്പാട് വന്നു USSRനകത്ത്. ഞാൻ നേതാവിൻ്റെ പേര് ഓർക്കുന്നില്ല. ഹി ഹാഡ് എൻ ഒപ്പീനിയൻ ദാറ്റ് ദിസ് ഈസ് എ യൂസ്ലെസ് വാട്ടർ ബോഡി. അത് കെട്ടിക്കിടക്കുന്ന വെള്ളം. അന്ന് വളരെ സില്ലിയായിട്ട് ആളത് പറഞ്ഞു, കെട്ടിക്കിടക്കുന്ന വെള്ളമാണ്, ഇതുകൊണ്ട് ഒരു ഗുണമില്ല എന്ന് പറഞ്ഞിട്ട് അവരൊരു ഡാം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അവർ ഡാം ക്രിയേറ്റ് ചെയ്യുന്നല്ല, ഈ RLCയിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്ന 2 പോഷക നദികൾ അവർ ഇറിഗേഷന് വേണ്ടി ഉപയോഗിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള ഡാമുകളോ അങ്ങനെ മറ്റ് സന്നാഹങ്ങൾ അവർ ഉണ്ടാക്കിയിട്ട് ദേ യൂസ്ഡ് അപ്പ് ദാറ്റ് വാട്ടർ ബിഫോർ റീച്ചിങ് ദ RLC ഫോർ ഇറിഗേഷൻ. സോ ദാറ്റ് അവരുടെ കൃഷി പ്രോസ്പർ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് അവർ RLCക്ക് വേണ്ടിയിട്ട് അവർ വിട്ടില്ല. പകരം അവർ അതിന് മുമ്പേ തന്നെ വെള്ളം ഡൈവേർട്ട് ചെയ്ത് ഇറിഗേഷൻ ഉപയോഗിച്ചു. Now what happened was in 40 years the sea almost disappeared. sea എന്ന് പറഞ്ഞാൽ എത്രയാണ്? 68,000 സ്ക്വയർ കിലോമീറ്റർ ആണ്. 68,000 സ്ക്വയർ കിലോമീറ്റർ വെള്ളം വറ്റിപ്പോയി എന്നല്ല, അവരത് ഗോട്ട് ഡൈവേർട്ടഡ്. നിങ്ങൾക്ക് അതിൻ്റെ ഉപഗ്രഹ ചിത്രം കാണാം. 1977 ചിത്രമുണ്ട്, 86
അവസാനം ജൂൺ 2013 ആയപ്പോൾ എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് ഇറ്റ്സ് എൻ അലാമിങ് റിഡക്ഷൻ ഇൻ ഏരിയ. വെള്ളമില്ല, പ്രായണ വെള്ളം ഇല്ലാതായി. അത് നിങ്ങൾക്കും ഇത് ഇൻ്റർനെറ്റിൽ നോക്കി സെർച്ച് ചെയ്താൽ വളരെ വിഷമിപ്പിക്കുന്ന കുറേ വീഡിയോ കാണാം. അതായത് ഒരു ലേഡി, ഞാൻ കണ്ട ചിത്രത്തിൽ വീഡിയോയിൽ ഉള്ളത് ഒരു അമ്മമ്മ. അവർ പറഞ്ഞെങ്കിൽ അവരുടെ യങ് ഏജിൽ മേ ബി ഇപ്പം 40 വർഷമല്ലേ ഉള്ളത്, അവരുടെ യങ് ഏജിൽ അവർ ഇവിടെ കുളിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇവർ നീന്തി കളിക്കുമായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അത്. ഇന്ന് അവർക്ക് അവരുടെ മകൾക്കും അവരുടെ കൊച്ചുമകൾക്കും പറഞ്ഞു കൊടുക്കാനേ പറ്റുന്നുള്ളൂ. ഇന്നും അവിടെ ഫിഷിങ്ങിന് ഉപയോഗിച്ച ക്രെയിനുകൾ, ഫിഷിങ് മീൻസ് അറിയാമല്ലോ, ഫിഷ് ബോട്ടുകളുണ്ടായിരുന്നു, കപ്പലുകളുണ്ടായിരുന്നു. ആ ഫിഷിങ്ങിന് പോയിട്ട് വരുന്ന മീനുകൾ അത്രമാത്രം ഉള്ളത് കൊണ്ട് അത് ക്രെയിൻ ഉപയോഗിച്ചാണ് പൊക്കി മാറ്റിയിരുന്നത് നെറ്റിൽ നിന്ന്. അപ്പോൾ ആ ക്രെയിനുകളൊക്കെ ഇന്ന് തുരുമ്പിച്ച് അവിടെ കിടക്കുന്നതാണ്. അതായത് പ്രേതബാധ ഏറ്റതുപോലെ നമുക്ക് തോന്നും. അതൊന്നും ഇപ്പം ഇല്ല. ദൂരെ അവർ പറയാറുണ്ട്, അവിടെയുള്ള പ്രായമുള്ള ആൾക്കാരെ ഒരു മല ചൂണ്ടിക്കാണിച്ചിട്ട് ആ മലയുടെ ടിപ്പ് മാത്രമേ കാണാമായിരുന്നുള്ളൂ എന്ന് അവർ പറയും. ബാക്കിയൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. ഇവർ നിൽക്കുന്ന സ്ഥലമൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. സോ ദാറ്റ് വാസ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസാസ്റ്റർ ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ 40 ഇയേഴ്സ്. വളരെ റീസെൻ്റായിട്ട് ഇതിൻ്റെ ദോഷം, അതായത് ഹ്യൂജ് ഇക്കോളജിക്കൽ ഡിസാസ്റ്ററായി മാറിയത് ഈ ഭാഗത്തുള്ള. കാരണം ഫ്രഷ് വാട്ടറിലെന്ന് പറഞ്ഞുകൂടാ, അതിനകത്ത് ഫ്രഷ് വാട്ടർ നേരത്തെ ഞാൻ പറഞ്ഞു, അത് ആക്ച്വലി തെറ്റാണ്. ഫ്രഷ് വാട്ടർ എന്നല്ല, പക്ഷേ ലോവർ സലൈനിറ്റി ഉള്ള വെള്ളമായിരുന്നു. പക്ഷേ ഈ മുഴുവൻ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് മിച്ചം പോയ സമയത്ത് മണ്ണിൻ്റെയും സലൈനിറ്റി കണ്ടമാനം കൂടുകയും മൾട്ടിറ്റ്യൂഡ് മാനിഫോൾഡ് ഒത്തിരി മടങ്ങ് അതിൻ്റെ സലൈനിറ്റി കൂടി ഈ ഉപ്പ് മുഴുവൻ അവിടുത്തെ പുല്ലിലും ചെടിയിലും പറ്റിപ്പിടിച്ചു. ഇത് തിന്ന ക്യാമലുകളാട്ടെ മറ്റ് ജീവജാലങ്ങളാട്ടെ അവിടെ ഒരു പ്രത്യേക ഇൽനെസ് പിടിച്ചിട്ട് അവിടെയുള്ള ഒട്ടകങ്ങൾ, ഒരാൾ പറയുന്നുണ്ട് അതിനകത്ത്, അയാൾക്ക് 15 ഒട്ടകങ്ങളുണ്ടായിരുന്നു. 15 ഒട്ടകങ്ങളും ഈ ചെടി തിന്നിട്ട് എന്തൊരു സ്ട്രെയിഞ്ച് ഇൽനെസ് പിടിച്ച് അത് തറയിൽ ഇടിച്ചിടിച്ച് സ്വയം മരിക്കും. അങ്ങനത്തെ ഇൽനെസ് വന്ന് എല്ലാ ക്യാമലുകളും ചത്തൊടുങ്ങി. പിന്നെ ആ നാട്ടിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ 8 കുടുംബം, 400 കുടുംബങ്ങളുള്ള 8 കുടുംബം മാത്രമാണ് റീറ്റെയിൻ ചെയ്ത്. ബാക്കിയുള്ള എല്ലാവരും നാട് വിട്ടു. കാരണം അവിടെ ഫിഷിംഗ് ഇല്ലാതായി, ആൾക്കാരുടെ വരുമാനം നിന്നു. അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യം വളരെ മോശമായി. അവർ കഴിക്കാൻ ആഹാരമില്ലാതായി. അവിടുത്തെ മാർക്കറ്റുകൾ നിന്നു, കാരണം പൈസ ഇല്ലല്ലോ ആരുടെയും കയ്യിൽ. അതേപോലെ തന്നെ അവർ ജോലി തേടി കണ്ട നാടുകളിൽ പോകാൻ തുടങ്ങി. അവരുടെ വീട്ടിൽ TV ഇല്ലാതായി, കറണ്ട് ഇല്ലാതായി. ആ ഏരിയ മുഴുവൻ നശിച്ചുപോയി, അല്ലെങ്കിൽ ആ ഒരു പ്രദേശം മുഴുവൻ നശിച്ച് നാമാവശേഷമായി. പക്ഷേ വളരെ റീസെൻ്റായിട്ട് സർക്കാർ ഇതിൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞതിന് ശേഷം 1-2 ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്തു. ആ ഡാം കൺസ്ട്രക്ട് ചെയ്തത് കാരണം അവിടെ നിന്നുള്ള വെള്ളം റിസർവോയറിൽ നിന്ന് കൂടെ ഒഴുകി ഇങ്ങോട്ട് വന്ന് കുറച്ച് പോർഷൻ ഇറ്റ് ഗോട്ട് ഫിൽഡ് അപ്പ്. പക്ഷേ പഴയതിൻ്റെ വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമേ ഇപ്പോഴാവുന്നുള്ളൂ. പഴയ 68,000 സ്ക്വയർ കിലോമീറ്റർ ഒന്നും ഇപ്പോൾ ഇല്ലെങ്കിലും കുറച്ചൊരു വെള്ളം തിരിച്ചു വന്നിട്ടുണ്ട്. ആറൽസ്ക് എന്ന് പറയുന്ന ഒരു സിറ്റിയുണ്ട്. ആ സിറ്റിയിൽ ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല. സോ അവിടെയുള്ള ആൾക്കാർ പ്രത്യാശിക്കുന്നുണ്ട് കുറേ കാലം കഴിയുമ്പോൾ വെള്ളം തിരിച്ചു വരുമെന്ന്. സോ ദാറ്റ് ഈസ് ദ കേസ് ഓഫ് RLC. കാവേരി നദി ഡിസ്പ്യൂട്ട് പറഞ്ഞാൽ 150 വർഷത്തോളം നമുക്ക്, അതായത് ബ്രിട്ടീഷ് എംപയർ ഉള്ള കാലം മുതലേ നമുക്ക് ഈ കാവേരി, അന്ന് കർണാടക തമിഴ്നാട് എന്നല്ല പറയുന്നത്, മദ്രാസ് പ്രസിഡൻസിയും മൈസൂർ രാജ്യവും തമ്മിലുള്ള ഒരു എഗ്രിമെൻ്റ് അന്ന് നിലനിന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കർണാടക സർട്ടൻ എമൗണ്ട് ഓഫ് വാട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ തമിഴ്നാട് ഈ കാവേരി നദി ഉപയോഗിച്ചാണ് പലപ്പോഴും, നിങ്ങൾക്ക് അറിയാം, കാവേരി നദി തമിഴ്നാട്ടിലോട്ട് കയറി പല പോഷക നദികളായിട്ട് പിരിഞ്ഞൊഴുകുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഈ റിവർ ബേസിനിൽ ഒത്തിരി അഗ്രികൾച്ചർ ഓടുന്നുണ്ട്. പക്ഷേ ഈ അഗ്രികൾച്ചറിനും സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പഴയ അത്രയും വെള്ളം പോരാ എന്ന് തമിഴ്നാടും, ഇത്രേ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്, ഞങ്ങളുടെ ഇത്രേ ഉള്ളെന്നും പറഞ്ഞ് കർണാടകയും വാദിക്കുന്നുണ്ടായിരുന്നു. 2018 ഒരു സെറ്റിൽമെൻ്റ് ആയത്. അതിനകത്ത് എത്രത്തോളം വെള്ളം ആക്ച്വലി ഒരു കീഴ്ക്കോടതി വിധിച്ചുവെങ്കിലും അതിൻ്റെ പുറത്ത് അപ്പീലിന് പോയിട്ട് 2018, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരിക്കും, 2018 ഫൈനൽ വേർഡിക്റ്റ് വന്നത് സുപ്രീം കോർട്ടിൻ്റെ. അതിന് പ്രകാരം വർഷങ്ങളായിട്ടുള്ള, മേ ബി പറഞ്ഞ 180ഓളം വർഷങ്ങളായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റ് വളരെ റീസെൻ്റായിട്ടാണ് തീർന്നത്. അപ്പോൾ അതിനകത്ത് 30 TMC വെള്ളം നമുക്കും കേരളത്തിന് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ആനുവലി. സോ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വാട്ടർ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ്സ്. ഇനി വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനപ്പെട്ട 2 നാച്ചുറൽ കലാമിറ്റീസ് ഡിസ്കസ് ചെയ്യാനുള്ളത്.
ഒന്ന് ഫ്ലഡ്, അനദർ വൺ ഈസ് ഡ്രോട്ട്. നമുക്കറിയാം ഫ്ലഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സസ് ഓഫ് വാട്ടർ ആൻഡ് ഡ്രോട്ട് ഈസ് സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ. ഫ്ലഡ് തന്നെ പല രീതിയിലുണ്ടാകാം. ഒന്നുകിൽ അത് എക്സസ് ഓഫ് പ്രസിപ്പിറ്റേഷൻ ഉണ്ടായിട്ട് വല്ലാതെ മഴ പെയ്തിട്ട് നദികൾ കരകവിഞ്ഞൊഴുകുന്നതായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഹിമാലയൻ നദികളുടെ കേസിൽ പലപ്പോഴും മഞ്ഞുരുകി സമ്മർ സീസണിലും വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ഇപ്പോൾ പറയുന്നത് മഴ പെയ്തിട്ടുള്ള കേസാണ്. അതായത് ഹെവി റെയിൻ ലീഡ്സ് ടു റൈസ് ഇൻ ദ വാട്ടർ ലെവൽ ഓഫ് റിവേഴ്സ്, സീസ് ആൻഡ് ഓഷ്യൻസ്. അപ്പോൾ എന്ത് സംഭവിക്കും? എക്സ്റ്റെൻസീവ് ഡാമേജ് ടു ക്രോപ്പ്, ഡൊമസ്റ്റിക് ആനിമൽസ്, പ്രോപ്പർട്ടി ആൻഡ് ഹ്യൂമൻ ലൈഫ്. അത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അതുപോലെ റിവേഴ്സ് ഫ്ലോയിങ് ഔട്ട് ഓഫ് ദെയർ ബാങ്ക് ഹാസ് ബിക്കം മോർ ഡാമേജിങ്. നദി കരകവിഞ്ഞൊഴുകുമ്പോഴാണ് പ്രത്യേകിച്ച് ഇത് സംഭവിക്കുന്നത്. കാരണം അത് പ്രകൃതിയുടെ കുഴപ്പമല്ല, അത് മനുഷ്യൻ്റെ കുഴപ്പമാണ്. കാരണം നദി നദിയിൽ വെള്ളം അധികം വരികയാണെങ്കിൽ അത് കരകവിയും, നാച്ചുറലി കരകവിയും. പക്ഷേ കവിയുന്ന കരയിൽ കയറി നമ്മൾ ഇപ്പോൾ വീട് വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കാറ്റിൽ ബ്രീഡ് ചെയ്യുക, അല്ലെങ്കിൽ അഗ്രികൾച്ചർ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യൻ ചെയ്ത പ്രവൃത്തിയാണ്. അപ്പോൾ അത് ദുരന്ത കാരണമായിട്ട് വരുന്നതെന്നേ ഉള്ളൂ. ഇനി വേറൊരു ഡിസഡ്വാൻറ്റേജ് നമുക്ക് പറയാൻ പറ്റുന്നത് ടൺസ് ഓഫ് വാല്യുബിൾ സോയിൽ ഇസ് ലോസ്റ്റ് ടു ദ ഓഷ്യൻ. അതായത് മേൽമണ്ണ് പലതും നല്ലൊരു സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ് മേൽമണ്ണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് ഒലിച്ച് അത് കടലിൽ ചെന്ന് ചേരാറുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് ഇങ്ങനെ ഒരു പോസിറ്റീവ് ഇഫക്റ്റും ഉണ്ട്. അതായത് ലെസ് ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിലേക്ക് മോർ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡിൽ നിന്നും ഫലഭൂയിഷ്ടമായ മണ്ണ്, ഈ പറഞ്ഞ ടോപ്പ് സോയിൽ, നദികൾ ഒഴുക്കിക്കൊണ്ടുവന്ന് ഈ പറഞ്ഞ പോലെ ഫ്ലഡ് വരുന്ന സമയത്ത് അത് ചുറ്റുമായിട്ടുള്ള ഒത്തിരി വിശാലമായ ഭൂപ്രദേശത്തേക്ക് അത് വാരി വിതറും. സാധാരണഗതിയിൽ നദീതീരങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന ടോപ്പ് സോയിൽ, കാണപ്പെടുന്ന ടോപ്പ് സോയിൽ അല്ലാതെ ഇതേ നദി തന്നെ വെൻ ഇറ്റ് ഫ്ലോസ് ഔട്ട് ഓഫ് ബാങ്ക്, നദി കരകവിഞ്ഞൊഴുകുന്ന സമയത്ത് കരയിലുള്ളതല്ലാതെ ഒത്തിരി ഉൾപ്രദേശങ്ങളിലേക്ക് ഈ ടോപ്പ് സോയിൽ വന്ന് വിതറിയിട്ട് ആ ഭാഗങ്ങളിലെല്ലാം പിന്നീട് നല്ല ക്രോപ്പ് ഈൽഡ് കിട്ടാറുണ്ട്. അപ്പം അങ്ങനെയും ചില ഫിനോമിന മുമ്പ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഇതൊരു ഡിസാസ്റ്റർസ് ഇഫക്റ്റ് ആണ്. അതായത് ടോപ്പ് സോയിൽ ഒലിച്ച് കടലിൽ കൊണ്ട് ചേരുക എന്ന് പറയുന്നത്, അത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതല്ല. സോ ദാറ്റ് ഈസ് എ നെഗറ്റീവ് ഇഫക്റ്റ് ഓഫ് ഫ്ലഡ്. അതുപോലെ വെറ്റ്ലാൻഡ് എന്ന് വേറൊരു ഫിനോമിന ഉണ്ട്, അല്ലെങ്കിൽ വേറൊരു ഭൂപ്രദേശമുണ്ട്. ആ വെറ്റ്ലാൻഡ് വിൽ ബി ഇൻ ജിയോളജിക്കലി ഇറ്റ് വിൽ ബി ഹാവിങ് സർട്ടൻ ഫീച്ചേഴ്സ് ദാറ്റ് വെള്ളം അത് കൂടുതൽ അബ്സോർബ് ചെയ്ത് വയ്ക്കുന്ന ഒരു നേച്ചർ അതിനുണ്ടാവും. അപ്പോൾ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് വെറ്റ്ലാൻഡ്. അപ്പം അവിടുത്തെ മണ്ണിനും അവിടുത്തെ ഭൂപ്രകൃതിക്കും ടെറൈനും ഒക്കെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവും. പക്ഷേ വെറ്റ്ലാൻഡ് പലപ്പോഴും നമ്മൾ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് എ വെറ്റ്ലാൻഡ് ഈസ് നോട്ട് എ വെറ്റ്ലാൻഡ് എനിമോർ. അപ്പോൾ ഫ്ലഡ് ഉണ്ടാകുന്ന സമയത്ത് അതിന് വെള്ളം പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ദാറ്റ് റിസൾട്ട്സ് ഇൻ എ ഡിസാസ്റ്റർ. ഇപ്പം ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ദിസ് ഈസ് കോൾഡ് ക്യാച്ച്മെൻറ്റ്. അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് വെള്ളം വന്നു വീഴുന്ന ക്യാച്ച്മെൻറ്റുകൾ. ഇപ്പോൾ ഇഫ് ഇറ്റ് വെയർ ഒറിജിനലി എ ഫോറസ്റ്റ്, നമ്മൾ ആ റിവർ ക്യാച്ച്മെൻറ്റിനകത്തുള്ള ഫോറസ്റ്റ് വെട്ടി നശിപ്പിച്ചാൽ, അല്ലെങ്കിൽ ആ ഡിഫോറസ്റ്റേഷനിലോട്ട് കൊണ്ടുപോയാൽ ആ ഫോറസ്റ്റിന് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് വാട്ടർ റീറ്റെയിനിങ് കപ്പാസിറ്റി ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ആ ഡിഫോറസ്റ്റേഷൻ നടത്തിയ സ്ഥലത്തുള്ള വെള്ളവും കൂടെ താഴേക്ക് ഡൗൺ സ്ട്രീമിലോട്ട് വന്ന് പതിച്ച് ദാറ്റ് ആഡ്സ് ടു ദ ഫ്ലഡ് ഇഫക്റ്റ്. പക്ഷേ കാടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ മഴ കാട് തന്നെ റീറ്റെയിൻ ചെയ്ത് മണ്ണിലേക്ക് പെർക്കുലേറ്റ് ചെയ്തിട്ട് താഴെ അത് വാട്ടർ ബെഡായിട്ട് ഫോം ചെയ്ത് വന്നിരുന്നേനെ. ഇപ്പോൾ ഡിഫോറസ്റ്റേഷൻ്റെ ഒരു ഇഫക്റ്റ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്, അതൊന്നും ഇവിടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ഇത് 2018 വെള്ളപ്പൊക്കം. നമ്മൾ കേരളം ഒത്തിരി ഏകദേശം ഒരു 80-90 വർഷത്തിന് ശേഷം കണ്ട ഏറ്റവും വലിയ ഫ്ലഡ് 2018 നമ്മൾ കണ്ടു. അന്ന് കാലത്ത് ഒരാളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് ഞാൻ കണ്ടതാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ഈ സ്ലൈഡിൽ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ചിത്രത്തിൽ തന്നെ അതിൻ്റെ അർത്ഥമൊക്കെ ഉണ്ട്. ആദ്യത്തെ മുകളിലത്തെ 3 പിക്ചർ, റിവർ flowing in its natural course, when the river overflows, that is unaffected by the people. താഴെ കാണുന്നത് മനുഷ്യൻ്റെ പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ ഫലമാണ്. അപ്പം അത് ഞാൻ ചിത്രം വിവരിക്കുന്നില്ല. ഇനി നമുക്ക് ഡ്രോട്ടിലേക്ക് നോക്കാം. ഡ്രോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എ സ്കാർസിറ്റി ഓഫ് വാട്ടർ. എന്തൊക്കെ സംഭവിക്കും ആ സമയത്ത്? the soil will continuously lose groundwater by the process of evaporation and transpiration. That is an added effect.
അപ്പം ഇപ്പം ഡ്രോട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ബൈ ഡിഫോൾട്ട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട്, അതിപ്പോൾ കാരണം നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണും, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് നേച്ചറിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ഹീറ്റ് കുറച്ച് കൂടും. ദാറ്റ് ഫർദർ ആഡ്സ് ടു ഇവാപ്പറേഷൻ ആൻഡ് ട്രാൻസ്പിറേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ. അപ്പം ഗ്രൗണ്ടിൻ്റെ ഉള്ളിലുള്ള വെള്ളവും കൂടെ ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ മുകളിൽ സർഫസിലും വെള്ളമില്ല, ഗ്രൗണ്ടിൽ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റിയും കുറയുന്നു. ദാറ്റ് ഈസ് ദ കേസ് ഓഫ് that situation is called a drought. The level of water in the ponds and rivers goes down, and it is difficult to get food and fodder for the survival of livestock and human beings. ഇനി ഇതിൻ്റെ നമുക്ക് കാരണങ്ങളൊന്ന് നോക്കിയാൽ, ഇൻ മോസ്റ്റ് ആരിഡ് റീജിയൻസ്, അത് ഊഷരമായ ഭാഗങ്ങളിൽ റെയിൻസ് ആർ അൺപ്രഡിക്റ്റബിൾ. പലപ്പോഴും മഴ നമ്മുടെ ആനുവൽ റെയിൻ പാറ്റേൺ പലപ്പോഴും ഫോളോ ചെയ്യാറില്ല. ചിലപ്പോൾ മഴ ഉണ്ടാവും, ചിലപ്പോൾ കുറേ കാലത്തേക്ക് മഴ ഉണ്ടാവില്ല, ചിലപ്പോൾ പെയ്യുമ്പോൾ കണ്ടമാനം മഴ പെയ്യും. ഡ്യൂ ടു ഫെയിലിയർ ഓഫ് വൺ ഓർ മോർ മൺസൂൺസ്. ഇപ്പം വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ഗുജറാത്ത്, രാജസ്ഥാൻ, പല സ്ഥലങ്ങളിൽ അരിഡ് റീജിയൻസിനകത്ത് ഇതാണ് സംഗതി. അവർക്ക് ഫെയിലിയർ ഓഫ് വൺ ഓർ മോർ മൺസൂൺസ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു വർഷം ഉണ്ടാവും മഴയെ നമ്മൾ മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ മേ ലൂസ് വൺ ഓർ മോർ മൺസൂൺ. ചിലപ്പോൾ 2 കൊല്ലം മഴ പെയ്യില്ല, ചില 3 കൊല്ലം മഴ പെയ്യില്ല. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റിക് കണ്ടീഷൻസ്, തൊട്ടുമുമ്പ് പറഞ്ഞ പോലെ കണ്ടീഷൻ ദാറ്റ് കനോട്ട് ബി പ്രഡിക്റ്റഡ്, വേരിയസ് ഇൻ ഫ്രീക്വൻസി ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. അപ്പോൾ അതിനൊരു നാച്ചുറൽ പാറ്റേൺ ഇല്ല, ഒരു ഡിഫോൾട്ട് പാറ്റേൺ ഇല്ല. ദാറ്റ് ക്യാൻ ചേഞ്ച് ഓവർ ദ കൺട്രി. അപ്പം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മഴ പെയ്യുന്ന സമയത്ത്, ഡ്രോട്ട് പ്രോൺ ആയിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളം ശേഖരിച്ച് വയ്ക്കുക, വെള്ളമുള്ള സമയത്ത് നമ്മളതിനെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ജുഡീഷ്യസ് യൂസ് ഓഫ് വാട്ടർ വെൻ ദർ ഇസ് റെയിൻ. ഇനി അതിൻ്റെ ഡിഫോറസ്റ്റേഷൻ ഒരു കാരണമാണ്. എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ, ഫോറസ്റ്റ് കവർ ലെറ്റ്സ് ദ വാട്ടർ സീപ്പ് ഇൻ ദ ഗ്രൗണ്ട് ഗ്രാജുവലി. ആക്ച്വലി ഈ വാട്ടർ ബെഡ് എന്ന് പറയുന്ന ഒരു റിസർവോയറാണ്. നമ്മൾ മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളത്തെ നമുക്ക് എന്തായാലും കുടത്തിലോ സംഭരണിയിലോ ശേഖരിച്ചിട്ട് കാര്യമില്ല. ആ മഴയെ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യിപ്പിച്ച് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി വാട്ടർ ബെഡ് സ്ട്രോങ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുക. വാട്ടർ ബെഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഓപ്പൺ വെല്ലിൽ നിൽക്കുന്ന പോലല്ല, വാട്ടർ ബെഡ് മണ്ണിനടിയിലായതുകൊണ്ട് തന്നെ ഇവാപ്പറേഷൻ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ ജുഡീഷ്യസ് യൂസ് എന്ന് പറഞ്ഞാൽ അതാണ്, വെള്ളത്തെ വാട്ടർ ബെഡിലേക്ക് ശേഖരിക്കുക. അതിന് പറ്റിയൊരു മീൻസാണ് ഫോറസ്റ്റ്. പക്ഷേ ദാറ്റ് മീൻസ് ഇസ് ലോസ്റ്റ് വെൻ യു ഗോ ഫോർ ഓർ വെൻ യു ഡു ഡീഫോറസ്റ്റേഷൻ. ഇനി മരം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? റിപ്ലനിഷസ് ദ അണ്ടർ വാട്ടർ സ്റ്റോർ ഓഫ് വാട്ടർ ഇൻ നാച്ചുറൽ അക്വിഫേഴ്സ്. അപ്പം ഒരിക്കൽ മഴ പെയ്ത് കുറേ കാലം മഴ പെയ്തില്ല, അപ്പോൾ ഈ മഴ പെയ്യാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഗ്രൗണ്ട് വാട്ടറാണ്. അപ്പം നാച്ചുറലി ദ ക്വാണ്ടം ഓഫ് വാട്ടർ ഇൻ ദ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ റെഡ്യൂസസ് ഡ്രാസ്റ്റിക്കലി. അടുത്ത റിപ്ലനിഷിങ് നടക്കുന്ന എപ്പോഴാണ്? അടുത്ത മഴയ്ക്കാണ്. അപ്പോൾ നമ്മൾ റിപ്ലനിഷ് ചെയ്യാനുള്ള ബേസ് ആൻഡ് മീൻസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ ഒരു സ്ട്രോങ് മീൻസാണ് ഈ പറഞ്ഞ ഡീഫോറസ്റ്റേഷൻ ഫോർ എ ലാർജ് ഏരിയ. അപ്പോൾ മഴക്കുഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ, പക്ഷേ ഒരു ചെറിയ ഏരിയയിലുള്ള വെള്ളം മാത്രമേ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇനി ഡ്രോട്ടിൻ്റെ ഇഫക്റ്റുകളാണ് പറയുന്നത്. ഡ്രോട്ട് മേ ഹാവ് അക്യൂട്ട് ആൻഡ് ക്രോണിക് ഹെൽത്ത് ഇഫക്ട്സ് ഇൻക്ലൂഡിങ് മാൽ ന്യൂട്രീഷൻ ഡ്യൂ ടു ദ ഡിക്രീസ്ഡ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്. കാരണം ഡ്രോട്ട് എന്ന് പറയുമ്പോൾ വെള്ളം മാത്രമല്ല നമുക്ക് നഷ്ടപ്പെടുന്നത്, ദാഹം ഉണ്ടാവും, കുടിക്കാൻ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ നമുക്ക് അഗ്രികൾച്ചർ ഫോളോ ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ഫുഡ് പ്രൊഡക്ഷൻ കുറയുന്നു, അതുകൊണ്ട് തന്നെ മാൽ ന്യൂട്രീഷൻ ഉണ്ടാകാം. ഇനി ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് such as cholera, diarrhea, pneumonia due to acute malnutrition, lack of water and sanitization and displacement. സാനിറ്റേഷൻ എന്ന് പറഞ്ഞ പോലെ പ്രോപ്പറായിട്ട് ശൗചാലയങ്ങൾ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ വെള്ളം വേണമല്ലോ. അപ്പം പ്രോപ്പർ ഡിഫിക്കേറ്റിങ് നമ്മൾ ഹെൽത്തി മീൻസ് അല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കോളറ പോലത്തെ അല്ലെങ്കിൽ ഡയറിയ പോലത്തുള്ള മറ്റ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് പടരാൻ കാരണമാകും. പാൻഡമിക്. അതേപോലെ സൈക്കോസോഷ്യൽ സ്ട്രെസ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന മറ്റ് സെക്കൻഡറി ഇഫക്റ്റുകളാണ്. ഡിസ്റപ്ഷൻ ഓഫ് ലോക്കൽ ഹെൽത്ത് സർവീസസ് ഡ്യൂ ടു ലാക്ക് ഓഫ് വാട്ടർ സപ്ലൈസ്, ലോസ് ഓഫ് ബൈയിങ് പവർ. ഇതൊക്കെ സോഷ്യൽ ഇഫക്റ്റുകളാണ്, സോഷ്യൽ ഇക്കണോമിക് ഇഫക്റ്റുകളാണ് ഓഫ് ഡ്രോട്ട്.
ചിത്രം നിങ്ങൾക്ക് കണ്ടാൽ വളരെ ഹൃദയഭേദകമായ കുറേ കാര്യങ്ങളാണ്. വെള്ളമില്ലാതെ ജീവികൾ ചത്തൊടുങ്ങുന്നു. നേരത്തെ ചത്തത് വശത്ത് ജീർണിച്ച് കിടക്കുന്നത് കാണാം. പുതിയത് വശത്ത് ചത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത കുറേ എണ്ണം ജീവനും മരണത്തിനും ഇടയിൽ നിന്ന് വെള്ളമില്ലാതെ ആടിക്കളിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് 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 മനസ്സിരിക്കട്ടെ. ഇനി നമുക്ക് ഡാംസിൻ്റെ ബെനിഫിറ്റ് നമുക്ക് നോക്കാം. ഡാംസ് എന്ന് പറയുന്നത് അറിയാം, ഒരു മാൻമെയ്ഡ് കൺസ്ട്രക്ഷനാണ്. നാച്ചുറൽ ഡാംസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ജീവികൾ, ബീവറുകളെ പോലത്തെ ചില ജീവികൾ ഡാമുകൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ പറയുന്നത് അതിനെക്കുറിച്ചല്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് ഡാംസ് വിച്ച് ആർ മാൻ മെയ്ഡ്. അപ്പം അങ്ങനത്തെ ഡാമുകൾക്ക് ഒരേ സമയം കുറേ ദോഷവുമുണ്ട്, കുറേ സമയം ഗുണങ്ങളുമുണ്ട്. നമ്മൾ ആദ്യം ഡാംസിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നോക്കുന്നത്. ഇറ്റ് ഈസ് പ്രൈമറിലി എ വാട്ടർ സ്റ്റോറേജ് മെക്കാനിസം, എൻഷ്യൂർ എ ഇയർ റൗണ്ട് സപ്ലൈ ഓഫ് വാട്ടർ ഫോർ ഡൊമസ്റ്റിക് യൂസ്. അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് യൂസിനാണെങ്കിലും പലപ്പോഴും ഡാമുകൾ എപ്പോഴും ഹൈഡ്രോ ഇലക്ട്രിക് പവർ ജനറേഷന് വേണ്ടിയിട്ടാകണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ഫോർ ഇറിഗേഷൻ ഓർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ റിസർവോയർ. അതോടൊപ്പം തന്നെ ചില സ്ഥലത്ത് നമ്മൾ ഹൈഡ്രോ പവർ ജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇറ്റ് ഈസ് എ വാട്ടർ സ്റ്റോറേജ് മെത്തേഡ്. ഇനി അതേപോലെ റെഗുലേറ്റ് ദ ഫ്ലോ ഓഫ് റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിതമായിട്ട് വിടാനുള്ളൊരു മെക്കാനിസമാണ് ഡാം എന്ന് പറയുന്നത്. അതേപോലെ ഫ്ലാഷ് ഫ്ലഡുകൾ അവോയ്ഡ് ചെയ്യും. നമ്മളെ ഈ വാട്ടർ കോൺഫ്ലിക്റ്റിൻ്റെ കേസ് പറഞ്ഞു എത്യോപ്യയിൽ നിർമ്മിക്കുന്ന ഡാം സുഡാനിനെ സഹായിക്കുന്നു. ഇൻ 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 വാട്ട് വേ? ബൈ കൺട്രോളിങ് ഓർ ബൈ അവോയ്ഡിങ് ഓർ പ്രിവെൻറ്റിങ് ഫ്ലഡ് ഇൻ സുഡാൻ. അപ്പം അതൊരു പോസിറ്റീവ് ഇഫക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ബെനിഫിറ്റാണ് ഡാമിൻ്റെ. ഇനി ഇറിഗേഷൻ ഉണ്ട്, പവർ ജനറേഷൻ ഉണ്ട്, റിക്രിയേഷൻ ഉണ്ട്. ഇതൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആൻഡ് ഇറ്റ് പ്രൊവൈഡ് എക്സ്ട്രാ വാട്ടർ ഫോർ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് ഹൈഡ്രോ പവർ ജനറേഷൻ. ഇതൊക്കെയാണ് ഡാമിൻ്റെ ബെനിഫിറ്റുകൾ. ഡാമിൻ്റെ പ്രോബ്ലംസ് കുറേ നിങ്ങൾക്ക് തന്നെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിലൊന്ന് ഫ്രാഗ്മെൻറ്റേഷൻ ആൻഡ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് റിവേഴ്സ്. നാച്ചുറൽ കോഴ്സിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയെ നമ്മൾ ഇടയ്ക്ക് വെച്ച് തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നദിയുടെ ഒഴുക്ക് നമ്മൾ നിലയ്ക്കുന്നു. അതോടൊപ്പം പലപ്പോഴും നദി വഴിമാറി ഒഴുകാൻ ഇത് കാരണമാകും. നാച്ചുറൽ കോഴ്സ് വിട്ടിട്ട് ഇറ്റ് ക്യാൻ മേക്ക് എ ഡീ റൂട്ട്. അതേപോലെ റിവറൈൻ ഇക്കോസിസ്റ്റത്തിനകത്തൊരു വലിയൊരു ചേഞ്ച് അതുണ്ടാക്കും. റിവറൈൻ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ അക്വാട്ടിക് ഇക്കോസിസ്റ്റം തന്നെ ആവണമെന്നില്ല, വെള്ളത്തിനകത്തുള്ളതിനാവണമെന്നില്ല. ആ റിവറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വെള്ളത്തിനകത്തും നദീതീരങ്ങളിലും അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ടുമുള്ള നദിയുമായിട്ട് ഏതെല്ലാം രീതിയിൽ അത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ എല്ലാ ഇക്കോസിസ്റ്റത്തിനും അത് മാറ്റം വരുത്തും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അക്വാട്ടിക്കിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒഴുകുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ ഒന്നായിരിക്കും, ഒഴുകാതെ നിൽക്കുന്ന വെള്ളത്തിൽ ഉള്ള ജീവികൾ വേറൊന്നായിരിക്കും. അപ്പം നമ്മൾ നദിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന സമയത്ത് ഒരുപക്ഷെ ഒഴുകുന്ന ജീവികൾ ചത്തുപോകാം, അല്ലെങ്കിൽ അവരത് അവിടെ നിന്ന് പലായനം ചെയ്തു പോകാം. പക്ഷേ കുറേ കാലം കഴിയുന്ന സമയത്ത് ആ റിസർവോയർ, ഡാമിൻ്റെ റിസർവോയറിനകത്ത് ഒഴുകുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ വിൽ നോട്ട് ബി ദെയർ. സോ യു ഹാവ് മെയ്ഡ് എ ലോങ് ടേം ചേഞ്ച് ഇൻ ദ ഇക്കോസിസ്റ്റം. അതേപോലെ സോഷ്യൽ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡാമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഡാമിൻ്റെ സൈറ്റിൽ ഒത്തിരി കാലമായിട്ട് താമസിച്ച ആൾക്കാരെ നമ്മൾ ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് അവിടെ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതൊരു പക്ഷേ തലമുറകൾക്ക് നീണ്ടു നിൽക്കുന്ന ചേഞ്ചസ്, അത് സോഷ്യൽ ചേഞ്ചസ് അതുണ്ടാക്കാം. വാട്ടർ ലോഗിങ് ആൻഡ് സലിനേഷൻ എന്ന് പറയുന്നത് വെള്ളക്കെട്ട്, ആ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് കൂടാനായിട്ട് ഈ ഡാം കൺസ്ട്രക്ഷൻ കാരണമാകും. അതേപോലെ ഡിസ്ലോഡ്ജിങ് ആനിമൽ പോപ്പുലേഷൻ, ഡാമേജിങ് ദർ ഹാബിറ്റ് ആൻഡ് കട്ടിങ് ഓഫ് ദെയർ മൈഗ്രേറ്ററി റൂട്ട്സ്. പറഞ്ഞ പോലെ ചില മത്സ്യങ്ങൾ ഒരു സ്ഥലത്ത് മുട്ടയിട്ട് അവർ നൂറുകണക്കിനോ അല്ലെങ്കിൽ ആയിരക്കണക്കിനോ മൈൽ യാത്ര ചെയ്ത് അത് കഴിഞ്ഞ് അവരടുത്ത് മുട്ടയിടാൻ വേണ്ടി വരുന്ന സമയത്ത് തിരിച്ച് വരുന്ന മത്സ്യങ്ങളുണ്ട്. മത്സ്യങ്ങൾ മാത്രമല്ല, പല പല ജീവികളുണ്ട് ഇതുപോലെ. അപ്പോൾ അവരുടെ ആ ഒരു മൈഗ്രേറ്ററി റൂട്ട്, അപ്പോൾ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്ന ജീവികളുണ്ട്. അപ്പോൾ ഇവരുടെ മൈഗ്രേറ്ററി റൂട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിലൂടെ. ഡിസ്റപ്ഷൻ ഓഫ് ഫിഷിംഗ് ആൻഡ് വാട്ടർവേ ട്രാഫിക്സ്. അതിനകത്ത് വാട്ടർവേ ട്രാഫിക്ക് ചില വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസുകളുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് ഇപ്പം നമ്മൾ ത്രീ ഗോർജസ് ഡാം ആയിക്കോട്ടെ, അതിൽ ലണ്ടനിൽ ഏതോ ഒരു ഡാം, ഞാൻ പേര് ഓർക്കുന്നില്ല, അവർ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഒരു ഷിപ്പിങ്ങിൻ്റെ റൂട്ടായിരുന്നു. അവിടെയാണ് നമ്മൾ ഡാം കൺസ്ട്രക്ട് ചെയ്തത്. അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ
ഡാമിൻ്റെ അടുത്ത് വരെ വെള്ളം കപ്പൽ ഒഴുകിയെത്തും, അല്ലെങ്കിൽ ആ ബോട്ട്, കപ്പൽ വാട്ടർ ഇറ്റ് ഈസ് ഒഴുകിയെത്തും. ഇവരൊക്കെ ഒരു പെർമനൻറ്റ് മെക്കാനിസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരൊരു ചെറിയൊരു ചേംബറിനകത്തോട്ട് ഈ കപ്പലിനെ കയറ്റും. എന്നിട്ട് ഇവർ കപ്പലിനെ പൊക്കും, റോപ്പിട്ട് പൊക്കി മുകളിൽ കൊണ്ട് വിടുന്നൊരു പരിപാടിയുണ്ട്. അപ്പം അങ്ങനെ ചില സ്ഥലങ്ങളിലെങ്കിൽ ചില സ്ഥലങ്ങളിൽ അവർ വാട്ടർ വേ ട്രാഫിക്കിനെ അവർ ഈ രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പല സ്ഥലങ്ങളിലും വാട്ടർ വേ ട്രാഫിക്കിനെ എന്നേക്കുമായിട്ട് അടച്ചു കളയുന്ന ഒരു മെക്കാനിസമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഡാമുകൾ. അതേപോലെ തന്നെ ഈ റോട്ടിംഗ് വെജിറ്റേഷൻ, ഇപ്പം വെള്ളക്കെട്ട് കാരണം കുറേ ഹെക്ടർ കണക്കിന് കാട് അല്ലെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷൻ അഴുകിപ്പോവും. അങ്ങനെ ആ റോട്ടിംഗ് വെജിറ്റേഷനിൽ നിന്നൊക്കെ എമിറ്റ് ചെയ്യുന്ന എക്സോസ്റ്റ് ഗ്യാസുകൾ കണ്ടമാനമാണ്, കാർബൺ എമിഷൻ. അതെല്ലാം നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയറിനത് ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകും. ഇനി നമുക്ക് സൊല്യൂഷൻ ടു വാട്ടർ ക്രൈസിസ്, ദാറ്റ് ഈസ് എ ഫൈനൽ പോയിന്റ് വി നീഡ് ടു തിങ്ക് ഓഫ്. ഈ പറഞ്ഞ ക്രൈസിസിനെ എല്ലാം നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം? ഒന്നൊന്ന് റെഡ്യൂസ് ഡിമാൻഡ്, നമ്മളെ വെള്ളം കുറച്ച് ഉപയോഗിക്കുക. ആദ്യം വേണ്ടത് അവയർനെസ്. എന്താണ് നമ്മളിപ്പോൾ ദിസ് ഇസ് എൻ അവയർനെസ് ബിൽഡിംഗ് സെഷൻ. നമ്മളിപ്പോൾ ഈ ഒരു മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ മറ്റു വിശദാംശങ്ങൾ നമ്മൾ വെറുതെ സൂപ്പർഫിഷ്യലായിട്ടെങ്കിലും കണ്ടു. സോ ദാറ്റ് ഇസ് എൻ അവയർനെസ് സെഷൻ. ഇതുപോലെ പൊതുജനത്തിനെ അവെയർ ആക്കുക, വെള്ളം കുറച്ച് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുക. അതുപോലെ ഇൻസ്റ്റാൾ വാട്ടർ സേവിങ് ഡിവൈസസ് സച്ച് സെൽഫ് ക്ലോസ് ടാപ്സ് ആൻഡ് ഡ്യുവൽ ഫ്ലഷ് ടോയ്ലറ്റ്. ഡ്യുവൽ ഫ്ലഷ് ടോയ്ലറ്റ് എന്നൊക്കെ പറഞ്ഞ് വളരെ ചെറിയ ചേഞ്ചാണ്. നമ്മൾ ഒരു തവണ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് ഹോൾ 6 ലിറ്റേഴ്സും ഡ്രോപ്പ് ഓഫ് ചെയ്ത് പോവാതെ മേ ബി 3 to 4 ലിറ്റേഴ്സിന് ഒരു ബട്ടൺ, ബാക്കിയുള്ള ഹോൾ 6 ലിറ്റേഴ്സിന് വേറൊരു ബട്ടൺ നമ്മളിപ്പോൾ വളരെ പോപ്പുലറായിട്ട് കാണാറുണ്ട്. സോ ദാറ്റ് ഈസ് വൺ വാട്ടർ സേവിങ് മെക്കാനിസം. വളരെ ചെറിയ സ്കെയിലാണെങ്കിലും ദാറ്റ് ക്യാൻ മേക്ക് എ ചേഞ്ച്. യൂസ് ഡീസെൻട്രലൈസ്ഡ് വേസ്റ്റ് വാട്ടർ റീസൈക്ലിംഗ് സിസ്റ്റംസ് ഇൻ ഹോംസ്, അപ്പാർട്ട്മെൻറ്റ് ആൻഡ് ക്യാമ്പസസ്. അഡോപ്റ്റ് കമ്പോസ്റ്റിംഗ് ടോയ്ലറ്റ്. ഇതൊക്കെ ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അതേപോലെ അഗ്രികൾച്ചറൽ ചേഞ്ചസ് വരികയാണെങ്കിൽ റീപ്ലേസ് വാട്ടർ ഹംഗ്രി ക്രോപ്സ് ബൈ ദോസ് റിക്വയർസ് ലെസ് വാട്ടർ. വെള്ളം കൂടുതൽ എടുക്കുന്ന ക്രോപ്പുകൾ മാറ്റി വെള്ളം കുറഞ്ഞ ക്രോപ്പുകളിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മൾ RLCയുടെ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ ആ ജനങ്ങൾ ആദ്യം അതാണ് ചെയ്തത്. ചുറ്റുമുള്ള വെജിറ്റേഷൻസിന് അത് ആദ്യം ഒരു വെള്ളം കൂടുതൽ എടുക്കുന്ന ക്രോപ്പ് മാറ്റി വെള്ളം കുറച്ച് ആവശ്യമുള്ളത് ഉപയോഗിച്ചു. പക്ഷേ വെള്ളത്തിൻ്റെ റിക്വയർമെൻറ്റ് അവൈലബിലിറ്റി പിന്നെയും കുറഞ്ഞു പോയതുകൊണ്ടാണ് അവർക്ക് അതും ഇനി പറ്റാതായിപ്പോയത്. അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ തമിഴ്നാട്ടിലും കുറേ ഭാഗത്ത് ഇപ്പോൾ കാവേരി നദീതല തർക്കം വന്ന സമയത്തും തമിഴ്നാട്ടിൽ കുറേ പേര് അങ്ങനത്തെ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ പല സ്ഥലത്തും അത് സക്സസ് ആയില്ല. കാരണം നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് വെള്ളം കുറച്ചുള്ള ക്രോപ്പും വെള്ളം കൂടിയുള്ള ക്രോപ്പും വെച്ചിട്ട് സ്വിച്ച് ചെയ്യാൻ അത്ര എളുപ്പത്തിൽ പറ്റില്ല. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാഡി, അത് നെല്ല് പോലെയുള്ള വിളകൾ, അത് ഒത്തിരി വെള്ളം എടുക്കും. നെല്ല്, പഞ്ചസാര, കരിമ്പില്ലേ, കരിമ്പ്, നെല്ലും കരിമ്പും ഒക്കെ കണ്ടമാനം വെള്ളം അബ്സോർബ് ചെയ്യുന്ന ക്രോപ്പുകളാണ്. നമുക്കറിയാമല്ലോ, കരിമ്പിൻ്റെ ജ്യൂസ് തന്നെ നല്ലൊരു ശതമാനം വെള്ളമാണ്. അപ്പോൾ ഇത് ഒത്തിരി വാട്ടർ ഡിമാൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പകരം അവർക്ക് വേറെ എന്തെങ്കിലും അത്രയും വെള്ളം ആവശ്യമില്ലാത്ത ക്രോപ്പ് വെച്ച് പിടിപ്പിക്കാനാണെങ്കിൽ പോലും ആ സ്ഥലം അതിന് സപ്പോർട്ടിങ് ആയിരിക്കണം. ഇപ്പം നമ്മൾ നെല്ല് വളരുന്ന സ്ഥലത്ത് വേറെ പല ക്രോപ്പുകളും വളരില്ല. അപ്പോൾ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് വി കനോട്ട് തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ സൊല്യൂഷൻ. പിന്നെ പ്രൊമോട്ട് ക്രോപ്സ് ദാറ്റ് ക്യാൻ ടോളറേറ്റ് സോൾട്ടി വാട്ടർ. കാരണം പല സ്ഥലങ്ങളിലും നമുക്ക് കടൽ തീരത്തുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ എവിടെയൊക്കെ കടലുണ്ടോ, ഇപ്പം തൂത്തുക്കുടി ഭാഗത്തൊക്കെ, ഫോർ എക്സാമ്പിൾ തൂത്തുക്കുടി ഭാഗത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉപ്പളങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കുറേ ഇങ്ങോട്ട് മാറി ഒരു 2-3 കിലോമീറ്റർ മാറിയിട്ടാണെങ്കിൽ പോലും നമ്മൾ അവിടുത്തെ വെള്ളം കുടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് സോൾട്ടിയാണ്. അവിടെ വളരുന്ന ക്രോപ്പുകൾ ലിമിറ്റഡ് ക്രോപ്പുകൾ വളരുള്ളൂ. അപ്പോൾ പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഭാഗത്ത് ഇപ്പം കാറ്റാടി മരങ്ങളൊക്കെ അവിടെ കണ്ടമാനം വളരും. കാറ്റാടി മരങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ സോൾട്ടി വാട്ടറിൽ വളരാൻ പറ്റുന്ന സ്ഥലമാണ് കാറ്റാടി മരങ്ങളെങ്കിൽ ആ കാറ്റാടി മരങ്ങൾ അവിടെ വെച്ച് പിടിപ്പിക്കുക. ബാക്കി ഫ്രഷ് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് കാറ്റാടി വയ്ക്കാതിരിക്കുക. അപ്പോൾ ദാറ്റ് ഈസ് വൺ മെത്തേഡ്. സ്വിച്ച് ടു ഓർഗാനിക് ആൻഡ് നാച്ചുറൽ ഫാമിംഗ്. അതുപോലെ ഗെറ്റ് മോർ ക്രോപ്പ് പെർ ഡ്രോപ്പ് ഡ്രിപ്പ് ആൻഡ് സ്പ്രിങ്ക്ലർ മെത്തേഡ്. പലപ്പോഴും നമുക്ക് പണ്ടുള്ള കൺവെൻഷണൽ ഇറിഗേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പമ്പ് സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ചാലുകൾ ഉണ്ടാക്കിയിട്ട് പറമ്പ് മുഴുവൻ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും.
പക്ഷേ ദാറ്റ് ഈസ് എ വെരി ഇൻഎഫിഷ്യൻറ്റ് മെത്തേഡ് ഓഫ് ഇറിഗേഷൻ. കാരണം പലപ്പോഴും അതിൻ്റെ നല്ലൊരു ശതമാനം പമ്പ് ചെയ്യുന്ന വെള്ളവും അത്രയും ക്രോപ്പിന് ആവശ്യമില്ല. പോരാത്തതിന് നല്ലൊരു ശതമാനം ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ മുകളിൽ കെട്ടിക്കിടന്നിട്ട് സമയത്ത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ചെയ്യുന്ന മെത്തേഡ് ഡ്രിപ്പ് ഇറിഗേഷൻ ആണ്. അതായത് പൈപ്പ് PVC പൈപ്പുകളോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ഒരു നെറ്റ്വർക്ക് ഓഫ് പൈപ്പ്സ് ഉണ്ടാക്കിയിട്ടിട്ട് വെള്ളം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്ത് വീഴുകയുള്ളൂ. അത് വീഴുന്ന വെള്ളത്തെ മണ്ണിന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന റേറ്റിലാണ് വെള്ളം നമ്മൾ പമ്പ് ചെയ്ത് കൊടുക്കുന്നത്. അത് വളരെ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഫ്രഷ് വാട്ടർ ആണ്. ഇനി അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെജിറ്റേറിയൻ ഡയറ്റ് പ്രൊമോട്ട് ചെയ്യുക. അതായത് ബീഫും കോണും ഉണ്ടാക്കാനായിട്ടുള്ള വാട്ടർ ഡിമാൻഡ് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ ലോകത്താകമാനമുള്ള ആൾക്കാർ നോൺ വെജിറ്റേറിയൻ ഡയറ്റിലേക്ക് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള വാട്ടർ ഡിമാൻഡിൻ്റെ മേബി 8, 10, 12 ഇരട്ടി വെള്ളം നമ്മൾ അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. കാരണം അഗ്രികൾച്ചർ പ്രോഡക്റ്റ് അല്ല നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. പകരം അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ഒരു റോ മെറ്റീരിയലായിട്ട് കൊടുത്തിട്ട് അത് കഴിക്കുന്ന ആടോ കോഴിയോ മറ്റ് കറ്റിലോ അതിനെയാണ് നമ്മൾ അറുത്ത് മുറിച്ച് തിന്നുന്നത്. അപ്പം അതിന് അങ്ങനെ ഒരു ഡയറ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ വാട്ടർ ഡിമാൻഡ് വിൽ ഗോ മച്ച് ഹൈ. അപ്പം ആകെ ചെയ്യാൻ പറ്റുന്നത് വി ഷുഡ് പ്രൊമോട്ട് വെജിറ്റേറിയൻ ഡയറ്റ്. റെഡ്യൂസ് ഇൻഡസ്ട്രിയൽ കൺസംഷൻ ത്രൂ റീസൈക്ലിംഗ്, റീയൂസിങ് ആൻഡ് എംപ്ലോയിങ് ന്യൂ വാട്ടർ എഫിഷ്യൻറ്റ് ടെക്നോളജീസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈസ് മിൽസിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ there are rice mills, there are very good management who have already adopted വാട്ടർ റീസൈക്ലിംഗ്. അതായത് അവർക്ക് റീസൈക്ലിങ്ങിൻ്റെ മെത്തേഡ്സ് അവരുടെ തന്നെ ക്യാമ്പസിനുള്ളിൽ ഇപ്പം 100 മീറ്റർ ഇൻറ്റു 100 മീറ്ററിൻ്റെ വലിയ ടാങ്കുകൾ, ചിലപ്പോൾ 2, 3 ടാങ്കുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ അവരുടെ വെള്ളം അവർ തന്നെ ഈ ട്രീറ്റ് ചെയ്ത വെള്ളത്തിനെ അവർ ആ ടാങ്കിലേക്ക് പമ്പ് ചെയ്ത് കയറ്റിയിട്ട് അനൈറോബിക് ആയിട്ടുള്ള ചില റിയാക്ഷൻസ് അവർ നടത്തും. അനൈറോബിക് എന്ന് പറഞ്ഞാൽ എയർ കയറാതെ ആ ഹോൾ ടാങ്ക് ഒരു ഫില്ല് ചെയ്ത് നിർത്തും. 100 മീറ്റർ ബൈ 100 മീറ്റർ ആ വലിയ ടാങ്ക്, അണ്ടർഗ്രൗണ്ട് ടാങ്കുകളെ അവർ വെള്ളം മുഴുവൻ നിർത്തിയിട്ട് ബാക്ടീരിയൽ ആക്ഷൻ വഴി എനൈറോബിക് ബാക്ടീരിയൽ ആക്ഷൻ വഴി അവരെ വെള്ളം ട്രീറ്റ് ചെയ്യാറുണ്ട്. ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് മേ ബി ഒരു 8, 10, 12 ദിവസം, എത്ര ദിവസം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കുറേ ദിവസം ആ വെള്ളം അങ്ങനെ നിൽക്കും. പക്ഷേ എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ഈ ബാക്ടീരിയൽ ആക്ഷൻ കാരണം വെള്ളത്തിനകത്തുള്ള ഓക്സിജൻ കണ്ടൻറ്റ് റിപ്ലനിഷ് ചെയ്യും. ആക്ച്വലി പറഞ്ഞാൽ ഈ വെള്ളം പലപ്പോഴും നമ്മൾ ഇൻഡസ്ട്രി യൂസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇത് തന്നെ പറയാം, അരി മില്ലുകളിൽ ആ വെള്ളം ഉപയോഗിച്ച് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഈ വെള്ളത്തിനകത്തുള്ള ഓക്സിജൻ കണ്ടൻറ്റ് കണ്ടമാനം കുറയുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ പ്രായമാണ് അതിനകത്ത് ഇല്ല. അപ്പോൾ ആ വെള്ളം നേരിട്ട് അവർ തോട്ടിലേക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള ജീവികൾ ചത്തുപോകുന്നതിൽ അതിശയമില്ലല്ലോ. അപ്പോൾ ഇവർ ഈ ബാക്ടീരിയൽ ആക്ഷൻ വഴി ട്രീറ്റ് ചെയ്ത വെള്ളത്തിനകത്ത് ഓക്സിജൻ ഈ ബാക്ടീരിയ അതിനെ റിപ്ലനിഷ് ചെയ്ത് കൊടുക്കും. വെള്ളത്തിനകത്ത് ഓക്സിജൻ ഉണ്ട്, ബാക്കി കണ്ടാമിനേഷൻസ് വരുന്നത് ബാക്കി അവർ സെഡിമെൻറ്റേഷൻ വഴി സെറ്റിൽ ചെയ്തതിന് ശേഷം വെള്ളം അവർ പിന്നെ തോട്ടിലേക്ക് വിടാറുണ്ട് അവർ. പക്ഷേ ദർ ഇസ് നോ ഹാം. ടെമ്പറേച്ചർ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുണ്ട്, ചൂടുവെള്ളം അവർ വിടുന്നത്. നോർമൽ ആംബിയൻ ടെമ്പറേച്ചറുള്ള അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം വിത്ത് സഫിഷ്യൻറ്റ് ഓക്സിജൻ കണ്ടൻറ്റ് വിത്ത് നോ സെഡിമെൻറ്റ്സ് പ്രസൻറ്റ് അവർ വെള്ളം തോട്ടിലേക്ക് വിടും. അപ്പോഴേക്കും എന്ത് ചെയ്യും, ആ ടാങ്ക് അവർ എംപ്റ്റി ചെയ്യുമ്പോഴേക്കും അടുത്ത ടാങ്ക് ഫില്ലായിട്ടുണ്ടാകും. അത് 10 ദിവസത്തേക്ക് ഇടും. ഇങ്ങനെ ദർ ഈസ് എ മെക്കാനിസം ബൈ വിച്ച് ദേ ക്യാൻ ട്രീറ്റ് വാട്ടർ. ഇപ്പം ഇൻഡസ്ട്രിയിൽ പല മെത്തേഡുകളുണ്ട്. അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്താൽ യു ക്യാൻ ബി മോർ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ഇൻ ദ ആസ്പെക്ട് ഓഫ് വാട്ടർ സേവിങ്. ഇനി ഇംപ്ലിമെൻറ്റ് ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റംസ് ഫോർ വാട്ടർ സപ്ലൈ ആൻഡ് അഡോപ്റ്റ് ഫെയറർ പോളിസീസ്. ഫെയറർ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറഞ്ഞ പോലെ ഇതൊക്കെ തന്നെയാണ് പോളിസി. അതായത് ഇപ്പം ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കാണിച്ച് അപ്രൂവൽ മേടിക്കണം എന്നൊക്കെയുള്ളതൊരു പോളിസിയാണ്. അത് നിർബന്ധിതമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പീപ്പിൾ വിൽ അഡോപ്റ്റ് ഇറ്റ്. അതിനെയാണ് നമ്മൾ പോളിസി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്തത് ദ യൂസസ് ഓഫ് വാട്ടർ, അതേപോലെ വൈ വാട്ടർ ഇസ് സോ സ്കേഴ്സ്, ദ സ്കേഴ്സിറ്റി മെഷർ നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞില്ല വാട്ടർ കോൺഫ്ലിക്റ്റുകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ ഫ്ലഡ്, ഡ്രോട്ട്,
ബെനിഫിറ്റ്സ് ഓഫ് ഡാംസ്, അതിൻ്റെ ദ നെഗറ്റീവ് സൈഡ് ഓഫ് ഡാംസ്, പിന്നെ ഫൈനലി വി ഹാവ് സീൻ ദ വാട്ടർ സൊല്യൂഷൻ ടു വാട്ടർ ക്രൈസിസ്. അപ്പം ഇങ്ങനെ കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് ഞാൻ വളരെ സൂപ്പർഫിഷ്യലായിട്ട് പറഞ്ഞു പോയ കുറേ പോയിന്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. കുറേ ഞാൻ ഈ സ്ലൈഡ് ഉൾപ്പെടെയുള്ള കുറേ മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. താങ്ക് യു.